ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജന ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധോ ജഗത്പതേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്തകാഞ്ചന ഗൗരാംഗീ ശ്രീരാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय. हरे कृष्ण. ഹരേ കൃഷ്ണ മാതാജി, ഒന്ന് അറ്റൻഡൻസ് ലിങ്ക് ഒന്നുകൂടി. ഹരേ കൃഷ്ണ, പ്രണാമം മാതാജി. ആ അറ്റൻഡൻസ് ലിങ്ക് ഒന്നുകൂടി ഇട്ടാൽ നന്നായിരുന്നു. ഒരു തവണ ഇട്ടായിരുന്നു, കിട്ടിയില്ല. ഒരു മിനിറ്റ് പ്രഭു. ശരി പ്രഭു. എന്റെ പേരൊന്ന് മാറ്റട്ടെ കേട്ടോ. അതെ, പേര് മാറ്റിയിരിക്കണം. പേര് ഞാൻ മനസ്സിലാവുന്നില്ല മാതാജിയുടെ ശബ്ദം വരുന്നു, പേര് മാറുന്നു. എനിക്ക് തന്നെ മനസ്സിലാവണില്ല ഞാൻ എങ്ങനെ ഈ പേര് മാറിയെന്ന്. ഞാനും അങ്ങനെയാ വിചാരിക്കുന്നത്. ശബ്ദം മാതാജിന്റെ ആണ്, പക്ഷെ പേര് ഞാൻ എന്നിട്ട് മണിഭൂഷണ മാതാജി എന്തോ ഒന്നും മിണ്ടാത്തേന്ന് ഞാൻ പറയാ. പ്രഭു എന്താ പറഞ്ഞേ? ഞാൻ അറ്റൻഡൻസ് ലിങ്ക് ഒന്ന്. ഇന്ന് നമ്മുടെ രസിക മാതാജി ഇല്ലേ? മാതാജി ഞാൻ വന്നിട്ടുണ്ട്. ഹരേ കൃഷ്ണ. ഇത്തിരി ലൈറ്റ് ആയി മാതാജി. കുഴപ്പമില്ല ഒരു തവണ ലിങ്ക് വന്നായിരുന്നു, അവിടെ ഞാൻ ചോദിച്ചു. മാതാജിയുടെ പേര് രസിക മാതാജിനെ കാണാമല്ലോ. മാതാജി ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യോ ഹോസ്റ്റ് ആക്കാൻ? കണ്ടില്ലേ മാതാജി? ഹരേ കൃഷ്ണ. ഇപ്പൊ കിട്ടി. റീനെയിം ചെയ്തതാ മാതാജി. ഹരേ കൃഷ്ണ. ശരി. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് ടെമ്പിൾ ഇസ്കോൺ മാംഗ്ലൂരിൽ നിന്നുള്ള ഭക്തിശാസ്ത്രി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും പ്രണാമം. നമ്മള് ദൈവ ആസുര സ്വഭാവങ്ങളെ കുറിച്ച് പഠിച്ചു അല്ലേ? ദൈവികത നമ്മൾ വളർത്തിയെടുക്കണം അല്ലെ? അതിന് സാധനകൾ ചെയ്യണം ഒക്കെ വേണം. എന്നാല് ആസുരികത തന്നെ വളരുകയാണ് ചെയ്യുക അല്ലെ? അപ്പൊ അത് നമ്മള് വളരെ ശ്രദ്ധിക്കണം, വളരാതിരിക്കാൻ. ഇന്ന് നമ്മള് ശ്രദ്ധാവിഭാഗങ്ങൾ എന്നുള്ള അധ്യായം 17 നമ്മൾ നോക്കുന്നത്. ശ്രദ്ധ എന്ന് പറഞ്ഞാല് അടിയുറച്ച വിശ്വാസം എന്നാണ് അല്ലെ? ദൃഢവിശ്വാസം. ഏതില്? ഗുരുവാക്യങ്ങളില്, ശാസ്ത്രങ്ങളിലൊക്കെ ഉള്ള വിശ്വാസം, അതിനാണ് ശ്രദ്ധ. ഈ ശ്രദ്ധ തന്നെ 3 തരത്തിലുണ്ട് എന്നാണ്. സത്വ, രജ, തമോ ഗുണഭേദത്തോടെ ഉണ്ട് ഈ ശ്രദ്ധ എന്ന് ഭഗവാൻ പറയാണ്. ആ ശ്രദ്ധയെ വേർതിരിച്ച് പറയുന്നതിലൂടെ ഏത് തരം ശ്രദ്ധയിലൂടെ നമുക്ക് ഭഗവാനിലേക്ക് എത്താം എന്നാണ് ഭഗവാൻ ഇവിടെ നമുക്ക് കാണിച്ചു തരാം. ഈ ജീവിതം എന്ന് പറഞ്ഞത് സത്യാനുഭവത്തിലേക്ക് എത്തണം. അങ്ങനെ ധന്യമാകാനായിട്ട് സത്യദർശികളുടെ വാക്കായിട്ടുള്ള ഈ ശാസ്ത്രത്തിനെ നമ്മൾ അംഗീകരിക്കണം. എന്നാൽ എല്ലാവർക്കും ഇങ്ങനെ അംഗീകരിക്കാൻ സാധിക്കില്ല. അപ്പൊ അംഗീകരിക്കാത്തവരുടെ സ്ഥിതി അത് എന്തായിരിക്കും എന്നുള്ള ഒരു ചോദ്യത്തോടെയാണ് ഈ അധ്യായം തുടങ്ങുന്നത്. ഈ ചോദ്യത്തിന് ഡയറക്റ്റ് ഉത്തരം നൽകാതെ ഈ ശ്രദ്ധ തന്നെ 3 തരം ഉണ്ട് എന്ന് ഭഗവാൻ പറയാണ്. അതില് സാത്വിക ശ്രദ്ധ കൊണ്ട് മാത്രമേ പൂർണ്ണ ഫലപ്രാപ്തി കൈവരൂ. അതിന് നമ്മെ സഹായിക്കുന്നത് ശാസ്ത്രജ്ഞാനമാണ് എന്ന് നമുക്ക്
പറഞ്ഞു തരാണ്. ഇവിടെ വിഭാഗങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്ന് 2 മുതൽ 7. ഹരേ കൃഷ്ണ. മാതാജി ഞാൻ യൂട്യൂബ് എടുത്തിട്ടേ അതില് ആ. ലിങ്ക് വരുന്നുള്ളൂല്ലോ മാതാജി, അത് ശരിക്കും ഇതാവുന്നില്ല, പോസ് ആവണില്ല. അത് ഞാൻ യൂട്യൂബ് വാട്സാപ്പിൽ പോയിട്ടേ ഗ്രൂപ്പിൽ പോയി യൂട്യൂബ് എടുത്തിടുമല്ലോ, പക്ഷെ അത് ഇത് മാത്രമായിട്ട് കണക്ട് ആവണ യൂട്യൂബിന്ന് കാണിക്കുന്നില്ല. എന്താ അങ്ങനെയാവോ? എന്താണ്? ഒരു മിനിറ്റ്, ഞാൻ മോനോട്. ആ ശരി മാതാജി. എല്ലാവർക്കും അറ്റൻഡൻസ് ലിങ്ക് കിട്ടിയോ? അറ്റൻഡൻസ് ഇട്ടിട്ടില്ല, ഞാൻ ഇട്ടാട്ടോ. ഒരു ഓക്കെ. അത് അറ്റൻഡൻസ് ഇടാൻ നോക്കട്ടെ. വരുന്നുണ്ട് പോകുന്നു, അതുകൊണ്ടാണ് പറയാൻ ചോദിച്ചത്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ പ്രഭു, കൃഷ്ണ. ഇതും കൂടെ കൂട്ടി നമ്മള് 4 ചാപ്റ്റർ ആവണം പ്രഭു. ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷന്റെ അത് നാളെ ഉണ്ടാവുമല്ലോ മാതാജി, അതുകൊണ്ടാണ് ഇന്ന് ചെയ്യായിരുന്നു. ഹരേ കൃഷ്ണ മാതാജി. മാതാജി ലിങ്ക് വർക്ക് ചെയ്യുന്നുണ്ട്, ഞാൻ ഓപ്പൺ ആക്കി. ലിങ്ക് മാതാജി ലിങ്ക് വർക്ക് ചെയ്യുന്നുണ്ട് മാതാജി. എവിടെ? കുഴപ്പമില്ല അല്ലേ? എങ്ങനെയാ കിട്ടുന്നത്? ഇല്ല, ഞാൻ ഓപ്പൺ ചെയ്തു മാതാജി. അത് അതിന്റെ ഇമേജ് ചിത്രം കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. ലിങ്ക് വർക്ക് ചെയ്യുന്നുണ്ട് മാതാജി. കിട്ടുന്നുണ്ട്, അത് ചിത്രം കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ മാതാജി. അതിന്റെ തംബ്നെയിൽ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. വർക്ക് ചെയ്യുന്നുണ്ട്, അത് ചില സമയത്ത് അങ്ങനെ ആകാനുണ്ട്. അതെ, കുഴപ്പമില്ല മാതാജി. ഹരേ കൃഷ്ണ. കിട്ടിയോ പ്രഭു? ഹരേ കൃഷ്ണ മാതാജി, തുടങ്ങിക്കോളൂ അപ്പൊ ക്ലാസ്. അപ്പൊ ഇവിടെ നമ്മള് വിഭാഗമാണ് നോക്കണത്. 17 2 മുതൽ 7 വരെ ശ്ലോകങ്ങളില് 3 രീതികൾ ഒരാളുടെ വിശ്വാസവും ആരാധനയും നിർണയിക്കുന്നു. ശ്രദ്ധ തന്നെ 3 തരം ഉണ്ട് എന്ന് ഉള്ളതാണ്. 8 മുതൽ 10 വരെയുള്ള ശ്ലോകങ്ങള് 3 തരത്തിലുള്ള ഭക്ഷണങ്ങള്, 11 മുതൽ 13 വരെ 3 തരം യജ്ഞങ്ങള്, 14 to 19 3 രീതികളിൽ തപസ്, 20 to 22 3 തരം ദാനം. അത്രയാണ് ഇവിടെ പറയുന്നത്. 16-ാം അധ്യായത്തിന്റെ അവലോകനവും മുൻ അധ്യായങ്ങളുമായിട്ടുള്ള ലിങ്കുകളും. അത് ചോദിച്ചാൽ പറയാൻ പറ്റുമോ? കഴിഞ്ഞ യോഗത്തിൽ ചർച്ച ചെയ്ത പ്രധാന കാര്യങ്ങളാണ് അതൊക്കെ. പിന്നെ ഭഗവത്ഗീത 16 1 to 5 പരാമർശിച്ചുകൊണ്ട് ജനനം മുതൽ ദൈവികവും അസുര ഗുണങ്ങളും ഉൾക്കൊള്ളുന്നതുമായി ബന്ധപ്പെട്ട അഭിജാതസ്യ എന്ന പദത്തിന്റെ പ്രാധാന്യം ചർച്ച ചെയ്തു. അഭിജാതസ്യ എന്ന് പറഞ്ഞാൽ ദൈവിക ഗുണങ്ങളുമായിട്ട് ജനിച്ചവര് എന്നാണ് അല്ലെ, അഭിജാതസ്യ. അതില് ഗർഭാധാനം മുതൽ എന്നൊക്കെ ഉള്ള കുറെ പാരഗ്രാഫ് ഉണ്ട്, അതായിരിക്കും അല്ലെ പറയേണ്ടത്. പിന്നെ നിലവിലെ ലോക കാര്യങ്ങളിൽ നിന്ന് ദൈവികവും ആസുരികവുമായ സ്വഭാവത്തിന്റെ തിരിച്ചറിഞ്ഞ ഉദാഹരണങ്ങൾ. അതിപ്പോ നമ്മുടെ സമൂഹത്തില് കാണണത് പറയാനേ പറ്റുള്ളൂ അല്ലെ. ഇപ്പൊ നമ്മുടെ മഹാത്മാക്കളൊക്കെ അല്ലെ, നമ്മുടെ ആചാര്യന്മാര് അങ്ങനെയുള്ളവരൊക്കെ ദൈവിക പ്രകൃതി ഉള്ളവരാണ്. ആസുരിക പ്രകൃതി ഉള്ളവര് എന്ന് പറഞ്ഞാല് ടെററിസം ഒക്കെ നടത്തി കൊണ്ടുപോണവര്, അങ്ങനെയൊക്കെ നമുക്ക് സമൂഹത്തില് കാണാൻ പറ്റും. നിലവിലുള്ള സമൂഹത്തിൽ നിന്ന് ഉഗ്രകർമ്മത്തിന് അത് ഇങ്ങനെ തന്നെയാ അല്ലെ, ആതങ്കവാദികളെയൊക്കെയാ പറയാൻ പറ്റുള്ളൂ ഉഗ്രകർമ്മത്തിന് ഉദാഹരണങ്ങൾ. പിന്നെ ആസുരിക ഭാവം വളർത്തിയെടുക്കുന്നവരുടെ ലക്ഷ്യസ്ഥാനം ഭഗവത്ഗീത 16 to 24 വാക്യങ്ങള്. അതിൽ പറഞ്ഞിട്ടുണ്ടല്ലേ, അവര് വീണ്ടും വീണ്ടും താഴ്ന്ന യോനികളിൽ ഭഗവാൻ ജനിപ്പിക്കും, അവര് പിന്നെ നരകലോകങ്ങളിൽ പോയി പതിക്കും, അങ്ങനെയൊക്കെ അല്ലെ ആസുരീകത വളർന്നാല്. അത് പറഞ്ഞിട്ടുണ്ട്, അത് നമുക്കറിയാം. പിന്നെ ഇത് നമ്മൾ കണ്ടതാണ്. ഹരേ കൃഷ്ണ.
ആ മാതാജി രാഘവ ജയനാസാണ്. ഞാനൊരു സങ്കീർത്തനത്തിന് പോയിട്ട് വരുവാണ്. അതുകൊണ്ട് ആ ഞാൻ വീഡിയോ ഓൺ ആക്കുന്നില്ല, ഞാൻ ക്ലാസ് കേൾക്കുന്നുണ്ട് മാതാജി. ഹരേ അത് കൃഷ്ണ. മതി. ഓക്കെ. ഓക്കെ മാതാജി, ഹരേ കൃഷ്ണ. കണ്ടതാ. നമ്മള് ഇതില് 16, 23 ഈ അധ്യായമായിട്ട് ലിങ്കുള്ള ഒരു ശ്ലോകാണ്. അതുകൊണ്ട് ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുമ്പത്തെ വിഭാഗത്തിലേക്കുള്ള ലിങ്ക്. യശാസ്ത്ര വിധിമുത്സൃജ്യ വർത്തതേ കാമകാരത ന സ സിദ്ധിമവാപ്നോതി ന സുഖം ന പരാംഗതി. 16, 23. ഈശ്വരന്റെ കൽപ്പനകൾ ത്യജിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കുന്നവൻ പൂർണ്ണതയോ സന്തോഷമോ പരമമായ ലക്ഷ്യസ്ഥാനമോ നേടുന്നില്ല. അതിനെ അനുബന്ധിച്ചാണ് നമ്മുടെ ഈ അധ്യായം തുടങ്ങുന്നത്. അതാണ് അർജുനൻ ചോദിക്കുന്നത്. അർജുന ഉവാച യേ ശാസ്ത്രം വിധിമുത്സൃജ്യ യജന്തേ ശ്രദ്ധയാന്വിത തേഷാം നിഷ്ഠാതുക കൃഷ്ണ സത്വമാഹോ രജസ്തമ. അർജുനൻ ചോദിച്ചു, അല്ലയോ കൃഷ്ണ, ശാസ്ത്രവിധികളെ ഒന്നും പിന്തുടരാതെ തങ്ങളുടെ സ്വന്തം ഭാവനയനുസരിച്ച് ആരാധന ചെയ്യുന്നവരുടെ സ്ഥിതി എന്താണ്? സത്വരജസ്തമോ ഗുണങ്ങളിൽ ഏതാണ് അവരിൽ കാണുന്നത്? അപ്പോ ഇവര് എന്തുകൊണ്ടാ ഇവര് സ്വന്തം ഭാവന അനുസരിച്ച് ചെയ്യുന്നത്? അവർക്ക് ശാസ്ത്രങ്ങൾ അറിയാതെയാണോ ശാസ്ത്രവിധികള്, അതോ അറിഞ്ഞിട്ട് അനുസരിക്കാതെ? അങ്ങനെയും ആവാം അല്ലെ. പൂർണ്ണ വിശ്വാസത്തോടെ ഏതെങ്കിലും ഒരു ആരാധനാക്രമം അനുസരിച്ച് പോരുമ്പോൾ ജ്ഞാനിയുടെ നിലയിലേക്ക് ഉയരുകയും ക്രമേണ ശാന്തിയുടെയും ക്ഷേമത്തിന്റെയും പരിപൂർണതയിൽ എത്തുകയും ചെയ്യുമെന്ന് 4-ാം അധ്യായത്തിലെ 39-ാം ശ്ലോകം. അത് ഏതാ? ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം, അതല്ലേ? 4-39 അതിൽ പറഞ്ഞിട്ടുണ്ട്. 16-ാം അധ്യായം ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം സമ്മേന്ദ്രിയം അതന്നെ പരാം ശാന്തി അജിരേണാദി ഗച്ഛതി. അതന്നെ, അതാണ് 4:39. അതാണ്. അപ്പൊ അതില് പറഞ്ഞിട്ടുണ്ട് ശാന്തിയുടെയും ക്ഷേമത്തിന്റെയും പരിപൂർണതയിൽ എത്തുകയും ചെയ്യും അങ്ങനെയുള്ള ആള്. അപ്പോ 16-ാം അധ്യായത്തിൽ പറഞ്ഞത് വേദശാസ്ത്രവിഹിതങ്ങളായ പ്രമാണങ്ങളെ പിന്തുടരാത്തവനെ അസുരനെന്നും വേദപ്രമാണങ്ങൾ വിശ്വാസത്തോടെ അനുസരിക്കുന്നവനെ ദേവൻ എന്നും പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ശാസ്ത്രോക്തങ്ങളല്ലാത്ത ചില നിബന്ധനകളെ സശ്രദ്ധം അനുസരിക്കുന്നവരുടെ നില എന്താണ്? ഇതാണ് കൃഷ്ണന് അർജുനന്റെ ഈ സംശയം തീർക്കേണ്ടിയിരിക്കുന്നു. ഇതാണ് അർജുനൻ ഇപ്പൊ ചോദിച്ചേക്കണത്. ശാസ്ത്രോക്തമല്ലാത്ത നിബന്ധനകളെ അതാണ് ശരിയെന്ന് വിചാരിച്ചിട്ട് അനുസരിച്ചു പോരുന്നവരുടെ നില എന്താണ്? അതാ അർജുനൻ ചോദിക്കണത്. ഒരു മനുഷ്യനെ ഈശ്വര ഭാവേന സങ്കല്പിച്ച് വിശ്വസിച്ചു പോരുന്നവരിൽ സത്വഗുണമോ രജസോ തമസോ ഏതാണ് മുന്നിട്ട് നിൽക്കുന്നത്? അവർക്ക് ജീവിതത്തിൽ പരിപൂർണത നേടാൻ കഴിയുമോ? യഥാർത്ഥ ജ്ഞാനികളായി പരമോന്നതിയിലെത്താനാവുമോ? വേദശാസ്ത്ര നിയമങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിലും ഏതെങ്കിലും ഒന്നിൽ വിശ്വാസം ഉറപ്പിച്ച് ഈശ്വരന്മാരെയോ മനുഷ്യരെയോ ദേവന്മാരെയോ ഉപാസിച്ചു പോന്നവരുടെ പ്രയത്നത്തിന് സാഫല്യമുണ്ടോ എന്നിങ്ങനെയാണ് അർജുനന് വിശദമായിട്ട് അറിയേണ്ടത്. അപ്പോ ഓരോരുത്തരും സ്വന്തം ചിന്താഗതിയിൽ ഉറച്ചു നിന്നിട്ട് കർമ്മങ്ങൾ ചെയ്യുക അല്ലെ. അങ്ങനെ വരുമ്പോ അത് ഏത് ഗുണഘടനയിലുള്ളതാണ് എന്നൊക്കെയാണ് അർജുനൻ ചോദിക്കുന്നത്. അപ്പൊ അർജുനന്റെ ചോദ്യമൊക്കെ കേട്ടു. ഭഗവാൻ പക്ഷേ ഡയറക്റ്റ് റിപ്ലൈ കൊടുക്കാതെ ഭഗവാൻ പറയാണ് ശ്രദ്ധ തന്നെ 3 വിധമുണ്ട് എന്ന് പറഞ്ഞു തുടങ്ങാണ്. അല്ലാതെ ഡയറക്റ്റ് അതിന്റെ റിപ്ലൈ അല്ല ഭഗവാൻ കൊടുക്കുന്നത്. മിനിറ്റ് ക്ലാസ് റൂം ചർച്ച, ബോധവൽക്കരണം. ശാസ്ത്രത്തിൽ പരാമർശിക്കാത്ത നിയമങ്ങൾ വിശ്വസ്തയോടെ പിന്തുടരുന്നവരുടെ ഉദാഹരണങ്ങൾ കൊടുക്കാൻ പറ്റുമോ നമുക്ക്? ശാസ്ത്രം പ്രമാണമാക്കാതെ നിയമങ്ങള് വിശ്വസ്തയോടെ പരാമർശിക്കാത്ത അതെങ്ങനെയാ പിന്നെ വിശ്വസ്തയോടെ? അവരുടെ വിശ്വാസം അങ്ങനെയായിരിക്കും. അതിനുള്ള ഉദാഹരണങ്ങൾ കൊടുക്കുക. അത്തരം കെട്ടിച്ചമച്ച വിശ്വാസങ്ങളുടെ പ്രശ്നങ്ങൾ അത് ആഴം കുറഞ്ഞതാണ്. ഈ ലോകത്തിന്റെ സ്വഭാവം കണക്കിലെടുക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്ന ഒരു അപകടത്തിന്റെ ചെറിയ സംഭവത്തിൽ അത് നമ്മുടെ ഭക്തി രസാമൃത സിന്ധുവിൽ നിന്നുള്ള ഒരു ശ്ലോകം ഇവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്. ശ്രുതി സ്മൃതി പുരാണാദി പഞ്ചരാത്ര വിധിം വിന ഐകാന്തികീ ഹരിർ ഭക്തിർ ഉത്പാദൈ ഏവ കൽപ്പതേ. അംഗീകൃത വേദഗ്രന്ഥങ്ങളെ അവഗണിക്കുന്ന
ഭഗവാന്റെ ഭക്തി സമൂഹത്തിൽ കേവലം അനാവശ്യമായ ആസ്വദനം അവഗണിക്കുന്നവര് ഈ സമൂഹത്തിൽ തന്നെ അസ്വസ്ഥത ഉണ്ടാക്കണു എന്നാണ് അർത്ഥം. ഭഗവാൻ ഇവിടെ എന്താ പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. വിശ്വാസത്തിന്റെ വിഭജനം, അതിന്റെ അടിസ്ഥാനവും ഭഗവാൻ പറയാണ്. ശ്രീ ഭഗവാൻ ഉവാച ത്രിവിധാ ഭവതി ശ്രദ്ധ ദേഹിനാം സാ സ്വഭാവജ സാത്വികി രാജസി ചൈവ താമസി ചേതി താം ശൃണു. ത്രിവിധാ ഭവതി ശ്രദ്ധ, അങ്ങനെ 3 തരത്തിലുള്ള വിശ്വാസങ്ങള് വികസിക്കുന്നുണ്ട്. ശരീരസ്ഥനായ ജീവാത്മാവിന്റെ പൂർവാർജിത പ്രകൃതി ഗുണങ്ങൾക്കനുസരിച്ച് അതിന്റെ വിശ്വാസം സാത്വികമോ രാജസികമോ താമസികമോ ആയിത്തീരുന്നു. അപ്പൊ ശ്രദ്ധ ഏത് വിധത്തിലോ ഫലം അതുപോലെയാണ് ഉണ്ടാവുക അല്ലെ. ശ്രദ്ധ എന്ന് പറയുന്നത് ഗുണപ്രഭാവത്താലാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നിവിടെ പറയാണ്. ശാസ്ത്രോക്ത നിയമങ്ങളും നിബന്ധനകളും അറിഞ്ഞിട്ടും അലസത കാരണം അവയെ അനുസരിക്കാത്തത് ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളാല് നിയന്ത്രിതരാകയാലാണ്. അപ്പോ സത്വ രജസ് തമോ ഗുണങ്ങളിലുള്ള തങ്ങളുടെ പൂർവകർമ്മങ്ങൾ അനുസരിച്ച് ഒരു പ്രത്യേക ഗുണത്തോടു കൂടിയ സ്വഭാവമാണ് ഓരോരുത്തർക്കും കിട്ടുക. ജീവാത്മാവിന് പ്രകൃതിയുടെ വ്യത്യസ്ത ഗുണങ്ങളോടുള്ള സമ്പർക്കം ഇടതടവില്ലാതെ ഇങ്ങനെ തുടർന്നു പോന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ ഭൗതിക പ്രകൃതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഭൗതിക ഗുണങ്ങളുമായുള്ള സംസർഗത്തിനനുസരിച്ച് വിവിധ രീതിയിലുള്ള മനോഭാവങ്ങൾ ജീവാത്മാവിനുണ്ടാവും. വിശ്വാസ്യനായ ഒരു ആധ്യാത്മിക ഗുരുവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ നിബന്ധനകൾക്കും ശാസ്ത്ര പ്രമാണങ്ങൾക്കും അനുസരിച്ച് ജീവിച്ചാൽ ഈ സ്വഭാവം മാറ്റാൻ സാധിക്കും. ക്രമേണ രജസിൽ നിന്നോ തമോ ഗുണത്തിൽ നിന്നോ സാത്വികതയിലേക്ക് ഉയരാൻ പറ്റും. അങ്ങനെ പ്രകൃതിയുടെ ഒരു പ്രത്യേക ഗുണത്തിലുള്ള അന്ധവിശ്വാസം കൊണ്ടൊന്നും ആർക്കും പരിപൂർണത നേടാൻ സാധിക്കില്ല എന്നാണ് ഇവിടെ അർത്ഥാക്കുന്നത്. വിശ്വാസ്യനായ ആധ്യാത്മിക ഗുരുവുമായി സഹവസിച്ച് സശ്രദ്ധമായും ഉയർന്ന ഗുണത്തിലേക്ക് സ്വയം ഉയർത്തപ്പെടാം. ഓരോരുത്തരുടെയും ആർജിച്ചു വന്ന ആ വാസനകള്, കർമ്മവാസനകളൊക്കെ അനുസരിച്ചാണ് ഓരോരോ സ്വഭാവത്തില് തുടർന്നു പോരുന്നത്. അതിനനുസരിച്ച് വിശ്വാസങ്ങളും അവരുടെ വ്യത്യസ്തതയിൽ ഉള്ളതായിരിക്കും. 3 തരത്തിലുള്ള വിശ്വാസങ്ങൾ വികസിക്കുന്നു. ദേഹിനാംസ സ്വഭാവജ, അവന്റെ ഭൗതിക സ്വഭാവം അനുസരിച്ച് വിശ്വാസത്തിന്റെ അതിന്റെ അടിസ്ഥാനം ആവും. അത് 3-ാമത്തെ ശ്ലോകമായി. 3-ാമത്തെ ശ്ലോകം. സത്വാനുരൂപ സർവസ്യ ശ്രദ്ധ ഭവതി ഭാരത ശ്രദ്ധാമയോയം പുരുഷോ യോയ ശ്രദ്ധ സയേവ സ. വ്യത്യസ്തമായ പ്രകൃതി ഗുണങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതിനനുസരിച്ച് അല്ലയോ ഭാരതശ്രേഷ്ഠ, ഓരോ വ്യക്തിയും ഓരോ തരത്തിലുള്ള വിശ്വാസത്തെ വളർത്തിയെടുക്കുന്നു. താൻ ആർജിച്ച ഗുണങ്ങൾക്കനുസരിച്ച് ജീവസത്തകളെ ഓരോ പ്രത്യേക വിശ്വാസമുള്ളവരെന്ന് പറയുന്നു. ഓരോരുത്തരും ആർജിച്ച ഗുണങ്ങൾക്കനുസരിച്ചാണ് ഓരോ പ്രത്യേക വിശ്വാസമുള്ളവര് എന്ന് അവരെ പറയണത്. സ്വന്തം വിശ്വാസത്തിൽ നിന്ന് ഇളകാതെ അവര് നിൽക്കുക അല്ലെ. ശാസ്ത്രമൊന്നും അവര് നോക്കാനേ പോവില്ല. ഓ ഈ ജീവാത്മാവ് അവർക്കത് ബോധ്യപ്പെടുത്തി കൊടുക്കും, ഇതാണ് ശരി എന്ന് ഉള്ളിലിരുന്ന്. ഒരു ഈശ്വര വിശ്വാസിക്ക് എന്തിലും ഭഗവാനെ കാണാനും അനുഭവിക്കാനും പറ്റും. എന്നാൽ ഒരു നിരീശ്വരവാദിയാണെങ്കിലോ ഈശ്വരൻ ഇല്ല എന്ന് വിശ്വസിക്കുകയാണ് അല്ലെ. അപ്പൊ ആ വ്യക്തിയുടെ ജീവാത്മാവും ശരിയാ അതെ എന്ന് തോന്നിപ്പിക്കും. അപ്പൊ ആരെന്ത് വിശ്വസിക്കുന്നുവോ അവൻ അതായിട്ട് മാറുകയാണ് ചെയ്യണത്. ഇപ്പൊ ജീവാത്മാവ് ഒരു വെള്ളം പോലെ ആണ്. വട്ടപാത്രത്തിൽ ഒഴിച്ചാൽ അത് വട്ടം, ചതുരപാത്രത്തിൽ ഒഴിച്ചാൽ ചതുരം. അതുപോലെ ഇപ്പൊ ഈശ്വര വിശ്വാസിക്ക് ഏത് കാര്യവും ഈശ്വര സാന്നിധ്യമായിട്ട് തോന്നും അല്ലെ. ഈശ്വരന്റെ ഭഗവാന്റെ ഒരു ടച്ച് അവിടെ ഉണ്ടാവും. അവരുടെ ഉള്ളിലെ ജീവാത്മാവും അത് ശരിവെക്കും അല്ലെ. ഇപ്പൊ നിരീശ്വരവാദിക്കാണെങ്കിൽ അത് തിരിച്ചായിരിക്കും അല്ലെ. മോശം കാര്യങ്ങള് വിശ്വസിക്കാൻ തോന്നും, അത് അനുഭവത്തിൽ വരും, അതെന്നെ ശരിയെന്ന് തോന്നും. ഏതൊരാൾക്കും ഉണ്ടാവും പ്രത്യേകമായൊരു വിശ്വാസം. അയാൾ ആരായാലും ശരി, അത് സാത്വികമോ രാജസമോ താമസമോ എന്നത് അയാളുടെ ആർജിത സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കും. തന്റെ പ്രത്യേക വിശ്വാസം അനുസരിച്ച് ആ മനുഷ്യൻ ചില വ്യക്തികളുമായി സഹവസിക്കുകയും ചെയ്യും. ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് അല്ലെ, ഫ്രണ്ട്സിനെ തിരഞ്ഞെടുക്കുന്നതായാലും ആചാര അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നതായാലും
എല്ലാം അവരവരുടെ ആ രുചിക്ക് അനുസരിച്ച്, വിശ്വാസം അനുസരിച്ച് ചെയ്യും. ഓരോ ജീവനും 15-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളതുപോലെ മൗലികമായി പരമപുരുഷന്റെ വിഭിന്ന അംശമാണ് നമുക്ക് അറിയേണ്ട. അതിനാൽ നമ്മൾ മൗലികമായി ഭൗതിക പ്രകൃതി ഗുണങ്ങൾക്ക് അതീതരാണ്. എന്നാലോ പരമപുരുഷനുമായിട്ടുള്ള ബന്ധം മറന്നിട്ട് ഭൗതിക പ്രകൃതിയോട് ഇണങ്ങുമ്പോൾ നമ്മൾ ബദ്ധരാവും. പ്രകൃതിയുടെ വൈവിധ്യങ്ങൾക്ക് വഴങ്ങി തൻ്റെതായ ഒരു വ്യക്തിത്വത്തെ സ്വയം സൃഷ്ടിക്കുന്നു. തത്ഫലമായി ഉണ്ടാകുന്ന കൃത്രിമ ജീവിതവും വിശ്വാസവും കേവലം ഭൗതികമാണ്. അങ്ങനെ ഓരോരുത്തരും അങ്ങനെ ഓരോ വൈവിധ്യങ്ങൾക്ക് വഴങ്ങാണ് അല്ലെ പ്രകൃതിയുടെ. അങ്ങനെ ഓരോരുത്തർക്കും വ്യത്യസ്തതയിലുള്ള വ്യക്തിത്വം രൂപപ്പെടുകയാണ്. അങ്ങനെ ഓരോ ജീവിതവും വിശ്വാസവും ഒക്കെ ഉണ്ടാവും. ജീവിതത്തെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ആശയത്താൽ അഥവാ സിദ്ധാന്തത്താൽ നയിക്കപ്പെടുന്നുവെങ്കിലും മൗലികമായി ആത്മാവ് ഗുണാതീതന ആണ്. ഭഗവത് അംശമായതുകൊണ്ട് തന്നെ ഗുണാതീതനാണ്. പക്ഷെ പരമപുരുഷനുമായിട്ടുള്ള ബന്ധം വീണ്ടെടുക്കണം, എന്നാലേ നമ്മള് ഗുണാതീതരാവുള്ളൂ. അങ്ങനെ നേടിക്കൂട്ടിയ ഭൗതിക മാലിന്യങ്ങളിൽ നിന്നൊക്കെ മുക്തനായാലാണ് ഭഗവാനെ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. നിർഭയം തിരിച്ചു പോകുവാനുള്ള വഴി ഒന്ന് മാത്രമാണ്, കൃഷ്ണാവബോധാണ്. അതിൽ ഉറച്ചു വിശ്വസിക്കുന്നവർക്ക് തീർച്ചയായും പരിപൂർണതയിലേക്ക് ഉയരാം. ആത്മസാക്ഷാത്കാരത്തിനുള്ള ഈ വഴിയിൽ കാലൂന്നാത്തവർക്കോ ത്രിഗുണങ്ങളുടെ പ്രേരണയ്ക്ക് കീഴ്പ്പെട്ട് നീങ്ങേണ്ടി വരുന്നു. ഇവിടെ ശ്രദ്ധ എന്ന് പറയുന്നത് വിശ്വാസം ആണ്. മൗലികമായിട്ട് സത്വഗുണത്തിൽ നിന്നാണ് ശ്രദ്ധ ഉണ്ടാവണേ. ഒരാളുടെ വിശ്വാസം ഒരു ദേവനിലോ ദേവനാക്കപ്പെട്ടവനിലോ ഒരു ഭാവനാ സൃഷ്ടിയിലോ ആവട്ടെ ദൃഢവും പ്രബലവുമാണ് എന്നുണ്ടെങ്കിൽ ഭൗതികവും സാത്വികവുമായ കർമ്മങ്ങൾക്ക് കാരണമായി തീരും. അപ്പൊ ഏതിലായാലും ഒരാൾക്ക് വിശ്വാസം ഉറച്ച വിശ്വാസമാണ് എന്നുണ്ടെങ്കിൽ അത് സാത്വിക കർമ്മങ്ങൾക്കാണെന്ന് അത് വഴിവെക്കാം. പക്ഷെ ബദ്ധമായ ഭൗതിക ജീവിതത്തിൽ ഒരു കർമ്മവും തികച്ചും വിശുദ്ധങ്ങളല്ല, ഇന്ദ്രിയാതീതമത്രേ. വിശുദ്ധ സാത്വിക അവസ്ഥയിൽ പരമമായ ഭഗവത് സത്തയുടെ യഥാർത്ഥ സ്വഭാവം ഗ്രാഹ്യമാകുന്നു. വിശുദ്ധ സത്വഗുണത്തിൽ നമ്മൾ എത്തുമ്പോൾ ഇന്ദ്രിയാതീതമായിട്ടുള്ള അവസ്ഥയില് ഈ ലൗകികതയിൽ നിന്നൊക്കെ നമ്മൾ ഉയർന്ന് അല്ലെ നമ്മള് പുരോഗമിച്ച് നമ്മൾ വിശുദ്ധ സാത്വിക അവസ്ഥയിൽ എത്തിയാല് ഭഗവാന്റെ യഥാർത്ഥ സ്വഭാവം ഗ്രാഹ്യമാകും. അതുവരെ ഈ ശാസ്ത്ര നിഷേധിയായിട്ട് ഇങ്ങനെ ജീവിക്കാനാവും ഒരു വ്യക്തിക്ക് സാധിക്കുക. അങ്ങനെ ലോകത്തിൽ പല വിധത്തിലുള്ള വിശ്വാസങ്ങൾ ഉണ്ടാവും. വ്യത്യസ്ത മതങ്ങളും അവയെ മുൻനിർത്തിയിട്ടുണ്ട്. യഥാർത്ഥ മതവിശ്വാസത്തിന്റെ സത്ത് എന്താണ്? ശുദ്ധ സാത്വികതയില് ആണ്. ഹൃദയത്തിന്റെ മാലിന്യ ബാധയ്ക്കനുസരിച്ച് വ്യത്യസ്ത മതപ്രമാണങ്ങളെ നമ്മൾ സ്വീകരിക്കുന്നതാണ്. വിവിധ വിശ്വാസങ്ങൾക്ക് അനുയോജ്യമായ പലതരം ആരാധനാക്രമങ്ങള് കാണാം നമുക്ക് ചുറ്റും. അപ്പോ പ്രകൃതിക്ക് അതീതമായിട്ടൊരു ശക്തിയുണ്ട്. അതെങ്ങനെയാണ് ഓരോ ഗുണങ്ങളിൽ പെട്ടവർക്കും അറിയുന്നത്? അതാണ് നമ്മുടെ 4-ാമത്തെ ശ്ലോകം. അപ്പൊ ഇവിടെ എന്താണ്? ഒരാളുടെ വിശ്വാസം പൂർണ്ണമായി ശുദ്ധീകരിക്കപ്പെട്ട നന്മയിലല്ലാത്തിടത്തോളം, നന്മ എന്ന് ഇവിടെ കൊടുത്തിട്ടുള്ളത് സാത്വികത എന്ന് വായിച്ചെടുക്കണം നമ്മള്. ഭൗതിക പ്രകൃതിയുടെ ഏതെങ്കിലും രീതികളാൽ വിശ്വാസം മലിനീകരണത്തിന് വിധേയമാണ്. ഭൗതിക പ്രകൃതിയുടെ മലിനമായ രീതികൾ ഹൃദയത്തിലേക്ക് വ്യാപിക്കുന്നു. അതിനാൽ ഭൗതിക സ്വഭാവത്തിന്റെ ഒരു പ്രത്യേക രീതിയുമായി സമ്പർക്കം പുലർത്തുന്ന ഹൃദയത്തിന്റെ സ്ഥാനമനുസരിച്ച് ഒരാളുടെ വിശ്വാസം സ്ഥാപിക്കപ്പെടുന്നു. അപ്പോ പ്രകൃതിക്ക് അതീതമായിട്ട് ഒരു ശക്തിയുള്ളത് എങ്ങനെയാണ് ഓരോ ഗുണത്തിൽ പെട്ടവർക്കും അത് അറിയണത് എന്നാണ് 4-ാമത്തെ ശ്ലോകം. യജന്തേ സാത്വികാ ദേവാൻ യക്ഷരക്ഷാംസി രാജസ പ്രേതാൻ ഭൂതഗുണാംഷ്ടാന്യേ യജന്തേ താമസാ ജനാ. സാത്വികരായ ജനങ്ങൾ ദേവന്മാരെയും രാജസ സ്വഭാവികൾ അസുരന്മാരെയും തമോ ഗുണപ്രധാനികൾ ഭൂതപ്രേതങ്ങളെയും ആരാധിക്കുന്നു. അപ്പൊ എന്തിനാ ഈ ദേവന്മാരെ ആരാധിക്കുന്നത് സാത്വികര്? അവനവന്റെ ഉയർച്ചയ്ക്കായിട്ടാണ് അല്ലെ ദേവന്മാരെ ആരാധിക്കുന്നത്. മറ്റുള്ളവരെ ദ്രോഹിച്ചാലും സ്വയം ശ്രേയസ് വേണം എന്ന് ആഗ്രഹിക്കുന്നവര് രാജസ സ്വഭാവികള്, അങ്ങനെ ആരാധന നടത്തുന്നവര്. പിന്നെ ഈ എന്താ പറയാ ഭൂതപ്രേതാദികളെ എന്ന് പറയണത് ചില പേര് കൂടോത്രം ചെയ്യുക, ചാത്തൻ സേവ അല്ലെ, അങ്ങനെയൊക്കെ ഉള്ളത് തമോ ഗുണത്തിൽ വരുന്ന ആരാധനാ രീതികള്. പലതരത്തിലുള്ള ഉപാസകര് അവരുടെ ബാഹ്യപ്രവർത്തനങ്ങളെ മുൻനിർത്തിയിട്ട് പറയുകയാണ് ഇവിടെ ഭഗവാൻ.
വൈദിക ആജ്ഞ അനുസരിച്ച് പരമപുരുഷനായ ഭഗവാൻ മാത്രമാണ് ആരാധ്യനായിട്ടുള്ളത് അല്ലെ. ഭഗവാൻ കൃഷ്ണനെ മാത്രം നമ്മൾ ആരാധിച്ചാൽ മതി. എന്നാലോ വൈദിക ജ്ഞാനങ്ങളുമായി ഇടപഴകാത്തവരും അവയിൽ വിശ്വസിക്കാത്തവരും താങ്കളുടെ ഭൗതിക ഗുണങ്ങൾക്കനുസരിച്ച് മറ്റു പലതിനെയും ആരാധിച്ചു വരികയാണ് ചെയ്യണത്. അപ്പൊ അതാണ് ശാസ്ത്രത്തില് വിശ്വാസം ഇല്ലാതെ, അതിനെ പിന്തുടരാതെ, ശാസ്ത്രം പ്രമാണമാക്കാതെ സ്വന്തം രുചിക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവര്. സത്വഗുണാവസ്ഥയിലുള്ളവര് സാമാന്യന ദേവന്മാരുടെ ആരാധകര്. ബ്രഹ്മാവ്, ശിവൻ, ഇന്ദ്രൻ, ചന്ദ്രൻ, സൂര്യൻ എന്നിങ്ങനെ ദേവന്മാർ പലരാണ്. സാത്വിക ജനങ്ങൾ ഒരു പ്രത്യേക സിദ്ധിക്കായി ഓരോ പ്രത്യേക ദേവനെ ആരാധിക്കും. രാജസ സ്വഭാവികളോ അസുരന്മാരെ ആരാധിക്കുന്നവരാണ്. ഇപ്പൊ രണ്ടാം ലോക മഹായുദ്ധകാലത്ത് കരിഞ്ചന്തയിൽ അളവറ്റ സ്വത്ത് സമ്പാദിച്ചതിന്റെ നന്ദി സൂചകമായിട്ട് കൽക്കട്ടയിലെ ഒരാൾ ഹിറ്റ്ലറെ ആരാധിച്ചു എന്ന് കേട്ടിട്ടുണ്ട്. അതൊക്കെ രാജസികമായിട്ടുള്ളത്. അതുപോലെ രജസ് തമോ ഗുണ സ്വഭാവികളെ പ്രതാപിയായ ഒരു മനുഷ്യനെ ഈശ്വരൻ എന്ന് കരുതിപ്പോരുന്നു. ഈശ്വരൻ എന്ന് കരുതി ആരെ സേവിച്ചാലും ഈശ്വരനെ സേവിക്കുന്ന ഫലം ഉണ്ടാകുമെന്ന് അവരുടെ തെറ്റിദ്ധാരണ അല്ലെ. ഉണ്ടാവില്ല എന്ന് ബുദ്ധിയുള്ളവർക്ക് അറിയാൻ പറ്റും. ആളുകളെ 3 തരത്തിലുള്ള ഭൗതിക സ്വഭാവങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നു. ഇവിടെ സ്ക്രീനിൽ നോക്കാം. അവർ ശാസ്ത്രവിധി പാലിക്കുന്നില്ലെങ്കിൽ അവൻ തമോ ഗുണത്തിലോ രജോ ഗുണത്തിലോ സത്വഗുണത്തിലോ തന്റെ സ്ഥാനത്തിനനുസരിച്ച് എന്തെങ്കിലും സൃഷ്ടിക്കും. പ്രകൃതിയുടെ അതേ രീതികളുടെ സ്വാധീനത്തിൽ അവൻ സ്വയം പെരുമാറും. എന്നാൽ തമോ ഗുണത്തിൽ ഉപരിപ്ലവമായി എന്തെങ്കിലും ചെയ്താൽ അവൻ വിജയിക്കുകയില്ല. ശാസ്ത്രവിധി മുത്സൃജ്യ വർത്തതേ കാമകാരത. 1-3 പറഞ്ഞതാണ്. അങ്ങനെ ഈ ലോകത്തെ വ്യത്യസ്ത തരത്തിലുള്ള വിശ്വാസങ്ങൾ നാം കണ്ടെത്തുന്നു. വ്യത്യസ്ത തരത്തിലുള്ള വിശ്വാസങ്ങൾ കാരണം വ്യത്യസ്ത തരം മതങ്ങളും ഉണ്ടായി. ബ്രേക്ക്ഔട്ട് റൂമിൽ പോയിട്ട് എന്താ ചെയ്യണ്ടേ? ചില ആധുനിക മതപരമായ ആചാരങ്ങൾ തിരഞ്ഞെടുത്ത് അവ പ്രകൃതിയുടെ രീതികളാൽ എങ്ങനെ സ്വാധീനിക്കപ്പെടുന്നു എന്ന് ചർച്ച ചെയ്യുക. ഓരോ ആരാധനാ മതപരമായ ആചാരങ്ങള് തിരഞ്ഞെടുക്കുക. എന്നിട്ട് അത് ഏത് ഗ്രൂപ്പിലാ പെടുകയെന്ന്, സത്വമാണോ രജസാണോ തമസാണോ എന്ന് ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? നിങ്ങളുടെ അവതരണത്തിൽ ഭഗവത്ഗീത 17-ാം അധ്യായം 1-3 വാക്യങ്ങളിൽ വിവരിച്ചിരിക്കുന്ന രീതികളിലെ വിശ്വാസത്തെക്കുറിച്ചുള്ള കൃഷ്ണന്റെ വിശകലനത്തിന് പ്രത്യേക പരാമർശം നൽകുക. ഈ സമ്പ്രദായങ്ങളെ കൃഷ്ണാവബോധത്തിന്റെ പരിശീലനമായി താരതമ്യം ചെയ്യുക. അപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ എന്താ പറയാ, ഈ അമ്പലത്തിലൊക്കെ ഈ എന്താ പറയാ വെളിച്ചപ്പാട് തുള്ളില്ലേ? നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയാ? വെളിച്ചപ്പാട് തുള്ളില്ലേ? അത് എന്തിലാ പെടുക? രജോ ഗുണാവോ? അതെയാ, തമോ ഗുണത്തിലാ പെടുക? കാരണം ഭഗവാൻ അങ്ങനെ തുള്ളിയിട്ട് കാണിക്കേണ്ട ആവശ്യമില്ല അല്ലേ? തമോ ഗുണികളാ അതിലാ പെടുക. അതുപോലെ വേറെ ഏതെങ്കിലും എക്സാമ്പിൾ ഓർമ്മ വരുന്നുണ്ടോ? ഈ കാവടി സമയത്തൊക്കെ തുള്ളലുണ്ടല്ലോ. കാവടി ആടലല്ലേ? അത് മുരുകനെ അതും അങ്ങനെയാണെന്ന് തോന്നുന്നു. പിന്നെ ഇതൊക്കെ ഇങ്ങനെ തുളച്ചിട്ട് അല്ലേ, അതൊക്കെ തമോ ഗുണാണ്. മറ്റേ സത്വഗുണത്തിലുള്ളത് പറയുമ്പോ ഏതാ പറയാൻ പറ്റുക? ദേവന്മാരെ ആരാധിക്കുന്നവരാണ്. അതെ. മതപരമായ ആചാരങ്ങളിൽ സത്വഗുണത്തിന്റെ ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ആചാരങ്ങൾ എന്ന് പറഞ്ഞാ നമ്മുടെ ക്ഷേത്രങ്ങളിൽ നടക്കുന്നതൊക്കെ അല്ലെ, നമ്മുടെ ഇപ്പൊ ഗുരുവായൂരൊക്കെ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ആചാരങ്ങളൊക്കെ സാത്വിക ആചാരങ്ങൾ തന്നെയാ. അതെ മാതാജി, സാത്വികഗുണം എന്ന് പറയുമ്പോ ഇവിടെ ദേവന്മാരെ ആരാധിക്കുന്നതിനെ കുറിച്ചല്ലേ മാതാജി പറയണേ? അതെ.
അപ്പം ദൈവാരാധന എന്ന് പറയുമ്പോ ഭഗവാൻ അല്ലാതെ ബാക്കിയുള്ള എല്ലാ ആരാധനയും ദേവന്മാരുടെ ആരാധനയായിട്ട് വരും. അല്ല, ശ്രീകൃഷ്ണ ബ്രഹ്മാവ് ഭഗവാൻ അല്ലാതെ ആ അത് പറയണേ ഭഗവാന്റെ തന്നെ ശക്തിയല്ലേ, ഭഗവാന്റെ തന്നെ എന്താ അംശങ്ങള് എന്നൊക്കെയല്ലേ പറയണേ. അല്ലാതെ അത് ദോഷമുള്ളതല്ല. ഇപ്പൊ ബ്രഹ്മാവ്, ശിവൻ, അല്ലെങ്കിൽ സൂര്യൻ, ചന്ദ്രൻ, അവരെയൊക്കെ വരുണൻ, അങ്ങനെയൊക്കെ അഗ്നി, അതിനൊക്കെ ആരാധിക്കണത് അത്ര ദോഷമുള്ള കാര്യമല്ല. സത്വഗുണികൾ തന്നെയാണ് അത് ചെയ്യുക അല്ലെ. സത്വഗുണത്തിലുള്ളവർ തന്നെയല്ലേ ആരാധിക്കുക. അതെ 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 ആ അതുപോലെ ഇപ്പോ ഞാൻ പറയുകയാണെങ്കിൽ സത്വഗുണത്തിലുള്ള ഈ ആധുനിക മതപരമായ ആചാരം എന്ന് പറഞ്ഞാല് ആധുനികല്ലാട്ടാ. ഗുരുവായൂർ അമ്പലത്തിൽ ഇപ്പൊ ശീവേലിയൊക്കെ നടക്കണത് അതൊക്കെ സാത്വികമായിട്ടുള്ള മതപരമായ ആചാരത്തിൽ പെടാൻ പറ്റുമോ? അത് ശരിക്കും സാത്വികത്തിന് മേലാണ് വേണ്ടത് മതി. ഏഹ് ഭഗവാനുമായിട്ട് ബന്ധപ്പെടുന്നത് ശരിക്കും സാത്വികത്തിനും, കാരണം അത് മോളിലായി ശരിക്ക് വൈഷ്ണവാചാരങ്ങളിൽ പെടേണ്ടതാണ്. അതെ, അത് സാത്വികത്തിന്റെ ഉപരിയായി അല്ലേ. വരുന്നത്. അതെ, അപ്പൊ അതിന്റെ താഴെയുള്ള സാത്വിക. അപ്പൊ പിന്നെ നമ്മൾ സൂര്യനൊക്കെ അർപ്പിക്കില്ലേ, വെള്ളമൊക്കെ ജലമൊക്കെ അർപ്പിക്കില്ലേ? അതാണോ സത്വഗുണം മതപരമായ ആചാരം എന്ന് പറഞ്ഞ? അല്ല, അതൊക്കെയാണ് മാതാജി. സൂര്യൻ പക്ഷെ ഈ കലിയുഗത്തിൽ വന്നിട്ട് ഭഗവാനാണ് സൂര്യനായിട്ട് വരുന്നത്. അതെ, സൂര്യന് അർഘ്യം അർപ്പിക്കില്ലേ രാവിലെ തന്നെ? അതൊക്കെ വേണമെങ്കിൽ ഇതിൽ പെടുവോ? അതൊക്കെ ഭഗവാന്റെ ശക്തിയാണല്ലോ. യക്ഷുരേഷ സവിത സകല ഗ്രഹാണാം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഭഗവാന്റെ കണ്ണായിട്ടല്ലേ സൂര്യനെ പറയുന്നത്. അതെ, അപ്പൊ ഇത് മൂന്നെണ്ണം ഓരോ എക്സാമ്പിൾ ആർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടെങ്കിൽ പറയോ? ആധുനിക മതപരമായ ആചാരങ്ങൾ തെരഞ്ഞെടുത്ത് അവ പ്രകൃതിയുടെ രീതികളാൽ എങ്ങനെ സ്വാധീനിക്കപ്പെടുന്നു എന്ന് ചർച്ച ചെയ്യുക. അതായത് ത്രിഗുണങ്ങളിൽ വരണ രീതിയിലുള്ള മതപരമായ ആചാരം പറയാൻ പറ്റുമോ ഓരോന്ന്? ഹരേ കൃഷ്ണ മാതാജി. പറയൂ. എല്ലാരും പറയണോന്ന് പറയും മാതാജി. എല്ലാരും പറയൂ, അവനവന്റെ കമന്റ് പറയൂ. 2 പേര് മാത്രം പറയുന്നുള്ളൂ കേട്ടാ. മാതാജിമാര് പറയണം കേട്ടാ. ശശികല മാതാജി പറഞ്ഞു, എന്നാലും മറ്റുള്ളവരൊക്കെ പറയണം. എല്ലാരും പറയണം. പറയാം. പ്രഭു ഒന്നും വേണ്ട. ഗണപതി ഹോമം അതൊക്കെ ഇതിലെ വരുവാ. ഗണപതി ഹോമം ഗണപതിക്കൊക്കെ അങ്ങനെ ചെയ്യുന്നത്. അത് മതപരമായ ആചാരല്ലേ? അത് സാത്വത്തിൽ വരൂല. സാത്വിക ഗുണത്തിൽ വരും. അതൊരു നല്ല എക്സാമ്പിൾ ആയി പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അതുപോലെ തമോ ഗുണത്തിലെ പറയാൻ പറ്റുമോ? രജിത മാതാജി പറയും. ഏതാ? മലദൈവങ്ങളെയൊക്കെ ആരാധിക്കത്തില്ലേ? മലദൈവങ്ങളെ. പിന്നെ ഈ ബലി കൊടുക്കുന്നത് അതെ, കോഴിയെ കൊല്ലില്ലേ ചിലവിടം? ചില സ്ഥലങ്ങളിലൊക്കെ മദ്യമൊക്കെ കൊടുത്ത് ആരാധന ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അതൊക്കെ തമോ ഗുണത്തിൽ വെച്ച്. അതെ, ഈ തമോ ഗുണം എന്ന് പറഞ്ഞാൽ മാതാജി, നമ്മുടെ ഈ മലബാർ പ്രദേശങ്ങളിലൊക്കെ കാവുകളുണ്ട്. കാവുകളില് കൂടുതലും ഈ ഭൂതപ്രേതാദികളായിട്ടുള്ള ആചാരങ്ങളാണ് നടക്കുന്നത്. ചാത്തൻ സേവ എന്നൊക്കെ. അതെ, ചാത്തൻ സേവ, അങ്ങനെയുള്ള അത് ഈ കാവുകളിലാണ് നടക്കുന്നത്. അത് അവിടെ വേറെ ഉത്കൃഷ്ടരായ ദൈവങ്ങളൊന്നുമില്ല. പല പേരിൽ അവര് ഓരോരോ പണ്ട് ഈ മുമ്പ് ജീവിച്ചിരുന്നവര് മരിച്ചു പോയവരെയാണ് അവര് ആരാധിക്കുന്നത്. അവര് ദൈവികമായിട്ടുള്ള തെയ്യക്കോലങ്ങളെല്ലാം പ്രഭു, ഈ തെയ്യക്കോലങ്ങളെല്ലോ ശരിക്കും പറഞ്ഞാല് തമോ ഗുണത്തിൽ തന്നെയാണ് പ്രഭു. പറഞ്ഞ പോലെ പഴയ മരിച്ചുപോയ വടക്കം വീരഗാഥയിലെ ആൾക്കാർ, അങ്ങനെയുള്ള ഇതൊക്കെ തമോ ഗുണ ആരാധനയാണ്. അതുപോലെ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഗണപതി ഹോമാദി ക്രിയകളെല്ലാം ശരിക്കും സത്വഗുണത്തിൽ വരുമെന്ന് ചോദിച്ചാല് സത്വഗുണത്തിൽ ചിലപ്പോ രജഗുണത്തിലായിരിക്കും കൂടുതൽ. കാരണം എല്ലാ ആഗ്രഹങ്ങളും വെച്ചിട്ടാണ് ദേവനെ ആരാധിക്കുന്നത്. ആരാധന സത്വഗുണത്തിലാവണമെന്നില്ല. സത്വഗുണത്തില് അത് ആ ദേവനോടുള്ള പ്രീതിയാർത്ഥം പ്രതീക്ഷിക്കാതെ ചെയ്യുമ്പോൾ സത്യഗുണത്തിലായിരിക്കാം. പക്ഷെ മറ്റുള്ള എല്ലാ ആഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ ദേവാരാധനയും വരുന്നത്. രജഗുണത്തിൽ തന്നെയാണ് അത് വരുന്നത്.
അപ്പൊ പൊതുവെ അപ്പൊ ഇത് പറഞ്ഞു 17-ാം അധ്യായം 1-3 വാക്യങ്ങളിൽ വെച്ചിരുന്ന രീതി വിശ്വാസത്തെ കുറിച്ചുള്ള കൃഷ്ണന്റെ വിശകലനത്തിന് പ്രത്യേക പരാമർശം. ഭഗവാൻ എന്താ പറഞ്ഞേക്കണേ? ഭഗവാൻ 3 ഉണ്ടെന്നല്ലേ പറഞ്ഞു നിർത്തിയിട്ടുള്ളൂ, ഇനി ബാക്കി പറയാൻ പോണേ ഉള്ളൂ. ഭഗവാൻ 3 വിഭാഗം പറഞ്ഞു. പിന്നെ മാതാജി ആത്മാക്കളെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് അങ്ങനെ ഇതൊക്കെ ചെയ്യുന്നവരുണ്ടല്ലോ, ശരീരത്തിൽ വിളിച്ചു വരുത്തിയിട്ട്. ഉവ്വ് ആ അല്ലെങ്കിൽ പ്രേതം കയറിയ ശരീരത്തിൽ നിന്ന് പ്രേതം ഒഴിപ്പിക്കല് കണ്ടിട്ടുണ്ട് അല്ലേ? ഇതൊക്കെയുണ്ട്. ഇതാണ് അല്ലേ ബ്ലാക്ക്, എന്തെന്നാ അതിന് പറയാ? ബ്ലാക്ക് മാജിക് അല്ല, വേറൊരു വാക്ക് പറയും. ഇത് അതല്ല മാതാജി, ഇതല്ല മാതാജി. ഇത് വന്നിട്ട് ഇച്ചിരി ഈ ചില ആത്മാക്കളെയൊക്കെ വിളിച്ച് ശരീരത്തിൽ വെച്ചിട്ട് അവർക്ക് ഈ പൗർണമിയൊക്കെ തോറും കാര്യങ്ങൾ പൂജയൊക്കെ ചെയ്യും. അങ്ങനെയല്ലേ? ആ സമയത്ത് ഇപ്പൊ ഒരു സ്ത്രീ ആണെങ്കിൽ ഒരു കൊട്ട ചോറൊക്കെ കഴിക്കും അല്ലേ? അതെ, ആത്മാവൊക്കെ അമാനുഷികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും ആ സമയത്ത്. ആഭിചാരി കർമ്മങ്ങൾ അങ്ങനെ എന്തോ ആണ് അതിന്. അതല്ല പറയുന്നത്, പരകായ പ്രവേശം എന്ന് പറയും. അത് ശരീരത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആത്മാവിനെ മാറ്റുന്ന പ്രക്രിയ. അതൊക്കെ തമോ ഗുണത്തിൽ തന്നെ, സംശയമില്ല. അപ്പൊ കൃഷ്ണ ഈ സമ്പ്രദായങ്ങളെ കൃഷ്ണാവബോധത്തിന്റെ പരിശീലനവുമായി താരതമ്യം എങ്ങനെയാ ചെയ്യാ? ഹരേ കൃഷ്ണജി, ഒരു പിന്നെ രാഘവപ്രഭു പറഞ്ഞത് ഈ ഗണപതിനെ ആരാധിക്കുന്നത് രജോ ഗുണത്തിലാണെന്ന് പെട്ടെന്ന് കേൾക്കുമ്പോ അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷെ ഇവിടെ ശ്രീല പ്രഭുപാദര് ഭാവാർത്ഥത്തിൽ പറഞ്ഞിട്ടുള്ളത് സാത്വിക ജനങ്ങൾ ഒരു പ്രത്യേക സിദ്ധിക്കായി ഓരോ പ്രത്യേക ദേവനെ ആരാധിക്കുന്നു. രാജസ സ്വഭാവികൾ ഇങ്ങനെ തന്നെ അസുരന്മാരെ ആരാധിക്കുന്നവരാണ്. അതിന്റെ ഉദാഹരണമാണ് ഒരാൾ ഹിറ്റ്ലറെ ആരാധിച്ചതായിട്ട് പറയുന്നത്, വ്യക്തി അസുരന്മാരെ ആരാധിക്കുന്നത്. അപ്പോ ഗണപതിനെ ആരാധിക്കുന്നത് സാത്വികമായിട്ട് കരുതേണ്ടി വരും, പ്രഭുപാദ് ഇവിടെ പറയുന്ന പ്രകാരം. അതെ, സാത്വിക ജനങ്ങൾ ഒരു പ്രത്യേക സിദ്ധിക്കായി ഓരോ പ്രത്യേക ദേവി ആരാധനയില്ലേ, കോഴിയാറ്, അതൊക്കെ തമോ ഗുണല്ലേ? അതെ, അതെല്ലാം തമോ ഗുണം. തമോ ഗുണവും രജോ ഗുണവും. ആഗ്രഹപൂർത്തിക്ക് വേണ്ടി. പക്ഷേ ഇതിൽ തന്നെ ഇപ്പൊ പറഞ്ഞ ഈ ആരാധന തന്നെ തീവ്രമായ ആഗ്രഹങ്ങൾ, അതിൽ തന്നെ തമോ ഗുണം വരുന്നുണ്ട്. ദേവാലയം ചില ആൾക്കാരുടെ ആരാധന. അതെ, പിന്നില് ലക്ഷ്യമുണ്ട്. പിന്നില് ഒരു ലക്ഷ്യം വെച്ചിട്ടാ ചെയ്യണേ. ഇപ്പൊ നമ്മൾ ചന്ദനം പറയുമ്പോ ആചാര്യന്മാർ പറയുന്നുണ്ട്, ചന്ദനം എന്ന് പറയുമ്പോ ഒറ്റ വാക്കിൽ ചന്ദനം. അതില് ഈ രക്തചന്ദനം തമോ ഗുണം, തടിച്ചന്ദനം രജോ ഗുണം, ഗോപിചന്ദനം സത്വഗുണം എന്ന് പറയും. അതുമാതിരി ഇവരുടെ ആരാധനയിൽ തന്നെ പിന്നെ ബ്രിട്ടീഷ് പ്രഭു പറഞ്ഞവര് ശരിയാണ്, പ്രഭുപാദ് പറയുന്നത് അതിലങ്ങനെ തന്നെയാണല്ലോ, ശരിയാണ്. മതാജി സത്വഗുണത്തിലെടുക്കുന്ന ഈ നവരാത്രി ആഘോഷം, ദുർഗാ പിന്നെ സരസ്വതിനെ ആരാധിക്കുന്നത്, പിന്നെ ലക്ഷ്മി പൂജ, ഇതൊക്കെ സത്വഗുണത്തിലുള്ള ആരാധന രീതികളായിട്ട് പറയാൻ പറ്റും. രജോ ഗുണത്തിലുള്ളത് പറയുമ്പോൾ നമുക്ക് ഏറ്റവും ഉദാഹരണമായി ചെയ്യുന്നത് എന്തെങ്കിലും ആ കാര്യങ്ങൾ കണ്ടിട്ട് രാഷ്ട്രീയക്കാരുടെ സ്വാധീനമുള്ള, സമൂഹത്തിന് സ്വാധീനമുള്ള രാഷ്ട്രീയക്കാരുടെയും മറ്റുമൊക്കെ പിന്താങ്ങുന്നതും, മീൻസ് അങ്ങനത്തെ കുറെ അങ്ങനെ അവരെ ഹീറോ ആയിട്ട് കാണുന്ന അങ്ങനെയുള്ള കുറെ ചെയ്യുന്നില്ലേ, അതൊക്കെ രാഷ്ട്രീയ പ്രഭുപാദ അങ്ങനെയല്ലേ പറയുന്നത്. ആക്ച്വലി ഒരു വ്യക്തിനെ അസുരന്മാരെ ദൈവം പോലെയൊക്കെ കാണുന്നത്. അതെ. ആരാധന പറഞ്ഞാല് ദൈവം തന്നെ ആണെന്നില്ലല്ലോ, ഒരു ആരെങ്കിലും ഫോളോ ചെയ്യുക എന്നുള്ളതാണല്ലോ ഉദ്ദേശിക്കുന്നത്. അപ്പൊ രാഷ്ട്രീയത്തിലുള്ള ഏതെങ്കിലും വ്യക്തിനെ പിന്നെ ഫോളോ ചെയ്യുക, മീൻസ് അങ്ങനെയുള്ള എടുക്കാൻ പറ്റുമായിരിക്കും. പിന്നെ ഇത് ലാസ്റ്റ് പോയിന്റ് പറയാൻ പറ്റുമോ? ഈ സമ്പ്രദായങ്ങളെ കൃഷ്ണാവബോധത്തിന്റെ പരിശീലനവുമായി താരതമ്യം പറയാൻ പറ്റുമോ? ഒമ്പതാം അധ്യായത്തിലെ ആ ശ്ലോകമില്ലേ, യാതി ദേവ വ്രതാദേവ
ഉപദേശിച്ചു ഗാന്ധിവത്യാജിരോഗം അതുപോലെ അല്ലെ കൃഷ്ണാവബോധത്തിന്റെ ഉയർച്ചയ്ക്ക് നമ്മൾ ആദ്യം പഠിച്ചാൽ പടിപടിയായിട്ടുള്ള ഇതാണ്. പക്ഷെ ഇതൊന്നും തന്നെ കൃഷ്ണാവബോധത്തിൻ്റെതായ ഒരു തലത്തിലല്ല. ഇതെല്ലാം ആഗ്രഹം വെച്ചിട്ടുള്ള ജനമൃതികൾക്ക് പാത്രമാക്കുന്ന കാര്യങ്ങളാണ്. രജോഗുണം, തമോ ഗുണം, സത്വഗുണം അതല്ല. പക്ഷെ അതിനെ അതിക്രമിക്കണം എന്നല്ലേ ഭഗവാൻ അർജുനോടും പറഞ്ഞു കൊടുത്തത്. ശുദ്ധസത്വം. അതിപ്പോ ഇപ്പൊ ഈ തമോ ഗുണികളൊക്കെ എന്താ ചെയ്യണേ? അവനവന്റെ വാസന അനുസരിച്ച് ഉപാസന നടത്തിയിട്ട് അവർക്ക് അത് അനുഭവത്തിൽ വരികയാണ്. അവര് വിചാരിച്ച പോലെ വരുമ്പോ അപ്പൊ പിന്നെ അവര് അതേ രീതിയിൽ തന്നെ വിശ്വസിച്ചു പോവുക. അങ്ങനെയാണ് അവർക്ക് ആ വിശ്വാസം ഉറക്കണത്, അല്ലെ? അനുഭവത്തിൽ വരികയാണ് അവർക്ക്. അപ്പൊ അത് വിശ്വാസമായി രൂപപ്പെട്ടു അവരുടെ. അത് മാത്രമല്ല മാതാജി, ഇത് വേറൊരു കാര്യമുണ്ട്. ഇതൊന്നും ഈ ഗണപതി പൂജയാണെങ്കിലും ശാസ്ത്രത്തിന്റെ അടിസ്ഥാനപരമായിട്ട് ചെയ്യുന്ന പൂജകളുണ്ട്. അല്ലാതെ ഊഹാപോഹങ്ങളിലൂടെ ചെയ്യുന്ന പൂജകളുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ഗണപതി ക്ഷേത്രത്തിനെ നോക്കിക്കഴിഞ്ഞാൽ, ഗണപതിയെ പൂജിക്കുന്ന അവിടെ തന്നെ നമ്മൾ നോക്കിയാല് അവിടെ ഈ തലയിൽ വാള് വെച്ച് കുത്തിയിട്ട് തുള്ളിക്കൊണ്ടിരിക്കുന്ന ഒരു തരം ആചാരമുണ്ട്. ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ശരിയായ ശാസ്ത്രാടിസ്ഥാന പ്രകാരം ഉള്ളതല്ല, ഊഹാപോഹങ്ങളിലൂടെ ഉള്ളതാണ്. ഈ ഊഹാപോഹങ്ങളിലൂടെ വരുമ്പം അത്തരം പൂജകളും തമോ ഗുണത്തിലോട്ട് വരുന്നതാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അല്ലാതെ ഒരു രജോ ഗുണത്തിൽ വരും. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ടല്ലോ, പിന്നെ ഈ ചന്ദ്രൻ ഇവിടെ ഈ പുറപ്പോട്ട് പറഞ്ഞില്ലേ മാതാജി, ഇപ്പൊ പറഞ്ഞ 4ാമത്തെ ശ്ലോകത്തിലാണ് പറഞ്ഞത് ചന്ദ്രൻ ഇവരൊക്കെ ആരാധിക്കുന്നത്. ബ്രഹ്മാവ്, ശിവൻ, ചന്ദ്രൻ, സൂര്യൻ, ഇന്ദ്രൻ എന്നിങ്ങനെ ദേവന്മാർ പലരുമുണ്ട്. സാത്വിക ജനങ്ങൾ ഒരു പ്രത്യേക സിദ്ധിക്കായി ഓരോ പ്രത്യേക ദേവനെ ആരാധിക്കുന്നു. അപ്പോ അതൊക്കെ താമസത്തിലും വരുന്നുണ്ട്, സാത്വികത്തിലും വരുന്നുണ്ട്, രാജസികമായിട്ടും വരുന്നുണ്ട്. ആഗ്രഹം ഉണ്ടല്ലോ, ലക്ഷ്യം ഉണ്ടല്ലോ. അതെ. ഇന്നത്തെ കാലത്ത് ഒരു കാര്യവും നമുക്ക് അങ്ങനെ ഒരു ഇതായിട്ട് പറയാൻ പറ്റാത്ത തരത്തിലുള്ള ആരാധന രീതികളാണ് പലതരത്തും നടക്കുന്നത്. അവരവരുടെ ഇതനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. നമുക്ക് പറയാനേ പറ്റില്ല ഇത് ഏത് വിഭാഗത്തിലാണ് പെടുത്തേണ്ടതെന്ന്. അങ്ങനെയുള്ള ആരാധന രീതികൾ ഒരുപാട് നമ്മൾ നാട്ടുപുറങ്ങളിലൊക്കെ കാണാനുണ്ട്. അതെ. കൃഷ്ണാവബോധത്തിന്റെ കേസ് വരുമ്പോ ആധ്യാത്മിക ഉത്കർഷം നേടിയവരുടെ സഹവാസത്താല് ഒരാൾക്ക് ഭൗതികമായിട്ടുള്ള ഈ ത്രിഗുണങ്ങളെ അതിക്രമിക്കുമ്പോ ഈ വക രീതികളിൽ നിന്നൊക്കെ മാറി ആ ശുദ്ധ സത്വഗുണത്തിലുള്ള രീതികളും വിശ്വാസവും ഒക്കെ അവലംബിക്കാൻ സാധിക്കും. അതല്ലേ നമുക്ക് പറയാൻ പറ്റാം? അത്രേ പറയാൻ പറ്റൂ. ഇങ്ങനെ ആരാധിച്ചു പോകുന്നവര് ഒരു അറ്റ്ലീസ്റ്റ് ആരെങ്കിലും ആരാധിക്കുന്നുണ്ട്. അങ്ങനെ ആരാധിക്കുന്നവര് എപ്പോഴെങ്കിലും ഒരു ഗുരുവിനെ പ്രാപിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ, ഗുരുവുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുകയാണെങ്കിൽ അവർക്ക് അതിലൂടെ കൃഷ്ണാവബോധത്തിൽ വരാനും അവരുടെ ആ പാത ശരിയായ രീതിയിൽ പോകാനും ചിലപ്പോൾ അവർക്ക് സാധിച്ചേക്കും. വേറെ നേരം തത്വഗുണത്തിലോട്ടും അവിടുന്ന് മേൽപോട്ടും എത്തിപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ബഹുനാം ജന്മനാമന്തേ ജ്ഞാനവാൻ. അപ്പൊ അവരുടെ പാതകൾ ഒരുപാട് വിഷമം പിടിച്ചതും ഒരുപാട് കാലത്തേക്ക് ഉള്ളതുമായിരിക്കും. നമ്മൾ നേരിട്ട് ഭക്തിപൂത സേവനം ചെയ്യുന്ന ആൾക്കാരുടെ അത്രയും എളുപ്പമായിരിക്കില്ല. അതെ. ഇനി ഭഗവാൻ അടുത്ത ശ്ലോകത്തില് പറയാൻ പോണത് എന്താന്ന് വെച്ചാ, രജോ തമോ ഗുണത്തിലുള്ള ആരാധന, തപസ് ഇതൊക്കെ ആസുരികത വർദ്ധിപ്പിക്കുന്നേ ഉള്ളൂ, അല്ലാതെ സത്യദർശനത്തിന് ഉതകുന്നതല്ല. അതാണ് 5ഉം 6ഉം ശ്ലോകങ്ങൾ പറയുന്നത്. അശാസ്ത്രവിധി വിഹിതം ഘോരം തപ്യന്തേ തപോജന ദംഭാഹങ്കാര സംയുക്ത കാമരാഗബലാന്വിത കർഷയന്ത ശരീരസ്ഥം ഭൂതഗ്രാമമചേതസ മാം ജൈവാന്ത ശരീരസ്ഥം താൻ വിദ്യാസുര നിശ്ചയാൻ. അതായത് കാമം, ആസക്തി എന്നിവയാൽ പ്രേരിതരായി അഹംഭാവത്തോടുകൂടി സ്വശരീരത്തിലെ ഭൗതിക മൂലകങ്ങളെയും ശരീരത്തിൽ കുടികൊള്ളുന്ന പരമാത്മാവിനെ തന്നെയും ദ്രോഹിച്ചുകൊണ്ട് ശാസ്ത്ര നിർദ്ദിഷ്ടമല്ലാത്ത കഠിന തപസ് അനുഷ്ഠിക്കുന്ന വിഡ്ഢികൾ അസുരന്മാരാണ്. ഉദാഹരണത്തിന് ഹിരണ്യകശിപു അല്ലെ, എത്രയോ 60,000 വർഷം തപസ്യ ചെയ്തു. എന്നിട്ട് പിന്നെ ശരീരത്തിൽ മാംസം പോലും പിപ്പലാദികൾ ഇങ്ങനെ കാർന്ന് തിന്നാൻ തുടങ്ങി അല്ലേ, എന്നിട്ടും നിർത്തണില്ല. അതുപോലെ പിന്നെ നമ്മൾ കണ്ടിട്ടില്ലേ ഓരോ
ഓരോ ലക്ഷ്യം നേടാനായിട്ട് തല മണ്ണിൽ കുഴിച്ചിട്ടിട്ടുള്ള മെഡിറ്റേഷൻ, അങ്ങനെയൊക്കെ അല്ലെ? ആ ശരീരത്തിനെ കണ്ടമാതിരി ക്ലേശിപ്പിച്ചുകൊണ്ടുള്ള ഓരോ അല്ലെ, അതൊക്കെ മാസുരികതയ്ക്ക് വർധനവ് ഉണ്ടാക്കുകയുള്ളൂ. അപ്പൊ ഭഗവാൻ പറയാണ് സാത്വിക ശ്രദ്ധയിലേക്ക് തന്റെ ആരാധന കൊണ്ടുപോകണം എന്നാണ് ഭഗവാൻ ഇതൊക്കെ പറഞ്ഞു തരുന്നത് നമുക്ക്. അപ്പൊ ഇങ്ങനെയുള്ള ആ ശാസ്ത്രവിധി അനുസരിക്കാതെ കണ്ട് ചെയ്യുമ്പോഴേ ഉള്ളില് ദമ്പ അഹങ്കാരമൊക്കെ ഉണ്ടാക്കാൻ മാത്രമേ ഉപകരിക്കുള്ളൂ. അപ്പൊ ഏത് ശ്രദ്ധയോടെയാണ് നമ്മൾ ഇത് ഓരോന്നും ചെയ്യണേ, അതാണ് പ്രധാനമാക്കേണ്ടത്. ശാസ്ത്രവിഹിതങ്ങളല്ലാത്ത സ്വയംകൃതങ്ങളായ കടുത്ത തപോവ്രതങ്ങൾ ആചരിച്ചു പോരുന്നവരുണ്ട്. രാഷ്ട്രീയമായൊരു ലക്ഷ്യം സാധിച്ചു കിട്ടാൻ വേണ്ടി ഉപവാസം അനുഷ്ഠിക്കുന്നത് തന്നെ ഒരു ഉദാഹരണം. ഇത്തരം വ്രതാചാരം ശാസ്ത്ര നിർദ്ദിഷ്ടമല്ല. ആത്മീയ പുരോഗതിക്ക് വേണ്ടിയാണ്. രാഷ്ട്രീയമോ സാമൂഹ്യവുമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനല്ല മതഗ്രന്ഥങ്ങൾ ഉപവാസം നിർദ്ദേശിച്ചിട്ടുള്ളത്. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഉപവാസാദി വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നവർ തികച്ചും അസുര സ്വഭാവികൾ തന്നെ. വേദപ്രമാണങ്ങൾക്കെതിരായ അവരുടെ പ്രവർത്തനങ്ങൾ പൊതുവിൽ ആർക്കും ഗുണകരമല്ല. അപ്പൊ ഈ വ്രതാനുഷ്ഠാനങ്ങള്, കഠിനമായിട്ടുള്ള ഈ വ്രതാനുഷ്ഠാനങ്ങള് അതൊക്കെ എവിടെയെങ്കിലും ചെയ്യാൻ വേണ്ടി ഭഗവാൻ പറഞ്ഞിട്ടുണ്ടോ? ഭഗവത്ഗീത 16 അധ്യായം നമ്മൾ പഠിച്ചു. അത് അവിടെ എവിടെയെങ്കിലും ഭഗവാൻ പറഞ്ഞിട്ടുണ്ടോ വ്രതം അനുഷ്ഠിക്കണമെന്ന്? ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് 16-ാമത്തെ അധ്യായത്തില് 24-ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് വളരെ വ്യക്തമാണ് മാതാജി. ശാസ്ത്രം പ്രമാണം കാര്യവസ്ഥിതോ ജ്ഞാത്വാ ശാസ്ത്ര വിധാനോക്തം കർമ്മ കർത്തു വിഹാസ്യസി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്ന് ശാസ്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാൾ മനസ്സിലാക്കണം. ഈ നിയമ നിബന്ധനകൾ പഠിച്ചതിന് ശേഷം മാത്രം പ്രവർത്തിക്കുക എന്ന് പ്രത്യേകിച്ച് അങ്ങനെ പ്രവർത്തിച്ചാൽ ക്രമേണ ഉന്നതി പ്രാപിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. ശാസ്ത്രത്തിൽ പറയാതെ ഒന്നും എന്ത് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും അത് ശാസ്ത്രം പ്രമാണമായി കൊണ്ട് ചെയ്യണമെന്നാണ് 16-ാം അധ്യായത്തിലെ ഈ ശ്ലോകം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലായി തരുന്നത്. അതെ, ഈ 6-ാമത്തെ ശ്ലോകത്തില് അചേതസ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഹൃദയശൂന്യരായിട്ട് ചെയ്യാന്നാണ്. ഈ ഉപവാസം തുടങ്ങിയിട്ട് കഠിന സാധനകളൊക്കെ ഉണ്ടല്ലോ, ആസുരഭാവത്തിൽ ഉറച്ച വിശ്വാസമുള്ളവർ ചെയ്യണതാ. ശാസ്ത്രവിഹിതമാണ് ഒന്നുമല്ല ഈ വ്രതങ്ങളൊന്നും. ഭഗവത്ഗീതയിൽ ഭഗവാൻ എന്താ പറഞ്ഞേക്കണേ? നമ്മൾക്ക് മനഃശുദ്ധി ഉണ്ടാവുക, കർമ്മയോഗം അല്ലെ, അതുപോലെ ജ്ഞാനമാർജിക്കുക, സ്ഥിതപ്രജ്ഞന്റെ സ്വഭാവമൊക്കെ പറഞ്ഞു തന്നു അല്ലെ, ഭക്തനാവുക. അത്രയാണ് ഭഗവാൻ പറയണത്. അപ്പൊ ഈ ഭഗവാൻ ഈ പ്രപഞ്ചത്തില് എന്തിലുമുണ്ട് അല്ലേ. അപ്പോ മത്തപരതരം നാന്യത് കിഞ്ചിത് അസ്തി ധനഞ്ജയ എന്ന് പറയുന്നുണ്ട് അല്ലെ. പിന്നെ എന്തിനാ നമ്മളിപ്പോ വൈകുണ്ഠം മാത്രം നമ്മൾ ആഗ്രഹിക്കണേ അല്ലെ? ഏതിലും ഭഗവാനെ ദർശിച്ചിട്ട് ഇവിടെ ഒരു വൈകുണ്ഠമാക്കാൻ സാധിക്കല്ലേ നമുക്ക് വേണ്ടത്. അപ്പൊ ഭഗവാനില് മനസ്സ് വെക്കാൻ, എപ്പോഴും ഭഗവാനിൽ മനസ്സ് വെക്കണം. അതാ നമ്മൾ ചെയ്യേണ്ടത്. ആ ഭഗവാനിൽ മനസ്സ് വെക്കാൻ ഈ കഠിന വ്രതങ്ങൾ ആവശ്യമുണ്ടോ? നന്മയിൽ ഒരു ബ്രഹ്മാവ് ശിവൻ, നന്മയിൽ എന്ന് പറയണത് ഇവിടെ സത്വഗുണം എന്ന് വായിക്കണം കേട്ടോ. ഇന്ദ്രൻ, ചന്ദ്രൻ, സൂര്യദേവൻ തുടങ്ങിയ ദേവതകളെ ആരാധിക്കുന്നു. അഭിനിവേശത്തിൽ എന്ന് വെച്ചാൽ രാജസികം എന്ന് വായിക്കണം. ഒരാൾ ഭൂതങ്ങളെ ആരാധിക്കുന്നു. ഉദാഹരണം 2-ാം ലോക മഹായുദ്ധ സമയത്ത് കൽക്കത്തയിലെ ഒരു മനുഷ്യൻ ഹിറ്റ്ലറെ ആരാധിച്ചു. ഒക്കെ നമ്മൾ കണ്ടതാ അല്ലെ. അജ്ഞതയിൽ എന്ന് വെച്ചാൽ തമോ ഗുണത്തിൽ ഒരാൾ പ്രേതങ്ങളെയും ആത്മാക്കളെയും ആരാധിക്കുന്നു. വിദൂര ഗ്രാമങ്ങളിൽ പ്രേതങ്ങളെ ആരാധിക്കുന്നവരുണ്ട്. ഇന്ത്യയിൽ താഴെത്തട്ടിലുള്ള ആളുകൾ ചിലപ്പോൾ കാട്ടിൽ പോകുന്നതും ഒരു മരത്തിൽ പ്രേതം വസിക്കുന്നുണ്ടെന്ന അറിവുണ്ടെങ്കിൽ അവർ ആ വൃക്ഷത്തെ ആരാധിക്കുകയും ബലിയർപ്പിക്കുകയും ചെയ്യുന്നത് നാം കണ്ടു. ഈ വ്യത്യസ്ത തരത്തിലുള്ള ആരാധനകൾ യഥാർത്ഥത്തിൽ ദൈവ ആരാധനയല്ല. ഇനി ഈ ത്രിഗുണങ്ങൾ അനുസരിച്ചിട്ട് പ്രിയപ്പെട്ട ആഹാരം ഏതൊക്കെയാണ് ഓരോരുത്തരുടെയും എന്നുള്ളതാണ് 7-ാമത്തെ ശ്ലോകം. ആഹാരസ്ത്വപി സർവസ്യ ത്രിവിധോ ഭവതി പ്രിയ യജ്ഞസ്തപസ്തദാനം തേഷാം ഭേദമിമം ശൃണു. മനുഷ്യർക്ക് ഭക്ഷണ വിഷയത്തിൽ പോലും ഇഷ്ടാനിഷ്ടങ്ങൾ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ അനുസരിച്ചായിരിക്കും. യജ്ഞങ്ങൾ, തപസ്. അഞ്ചു വാരം കഴിഞ്ഞായിരുന്നോ?
5ഉം 6ഉം പറഞ്ഞില്ലേ മാതാജി? പറഞ്ഞോ? കടുത്ത തപോവ്രതങ്ങള് എന്ന് പറഞ്ഞില്ലേ, വ്രതത്തിന്റെ ഉപവാസത്തിന്റെയും പറഞ്ഞില്ലേ നമ്മള്. തർഷയന്ത ശരീരസ്ഥം എന്ന് പറഞ്ഞ ശരീരത്തിനെ ക്ലേശിപ്പിച്ചുകൊണ്ട് മാതാജി ഒരു ഇപ്പൊ 4-ാമത്തെ ശ്ലോകത്തിന്റെ അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്, അതുകൊണ്ടാണ് ചോദിച്ചത്. അല്ല, 5ഉം 6ഉം ഞാൻ വായിച്ചൂലോ. 5ഉം 6ഉം വായിച്ചു. 5ഉം 6ലാണ് പൂവ്ന്ന് പറഞ്ഞത് കഠിന തപസ്സിന് വിഡ്ഢികൾ അസുരന്മാരാണ്. വായിച്ചില്ലേ മാതാജി? രാജേശ്വരി മാതാജി കേട്ടോ? വായിച്ചു മാതാജി. ഹരേ കൃഷ്ണ. വായിച്ചു. പിന്നെ കഠിന തപോവ്രതത്തിനെ പറ്റി പറഞ്ഞില്ലേ? പറയുകയും ചെയ്തു. പറഞ്ഞുട്ടാ മാതാജി. മാതാജി ഉറങ്ങിയാ? ഇല്ല ഇല്ല ഇല്ല. പിന്നെ നമ്മൾ അപ്പുറത്ത് പോയപ്പോ ഞാന് ആഹാരത്തിന്റെ പറയാം. ആഹാരം മാത്രല്ല, യജ്ഞദാന തപസ്സുകളും ഈ 3 കാറ്റഗറിയിൽ പറയാണ്. അപ്പോ ത്രിഗുണങ്ങളുടെ ഏറ്റക്കുറച്ചിൽ അനുസരിച്ച് ഭക്ഷണത്തിന്റെ കാര്യത്തിലും യജ്ഞദാനം തപസ് എന്നിവയിലും വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഒരേ തലത്തിലാവില്ല ഇവയുടെ സ്ഥിതി. ഏതു ഗുണം മുൻ നിൽക്കുന്നവരിലാണ് ഇന്ന വിധം പ്രവർത്തനങ്ങൾ കാണുക എന്ന് വിശകലനം ചെയ്തറിയാവുന്ന ആളാണ് ശരിക്കും ബുദ്ധിമാൻ. എല്ലാത്തരം യജ്ഞങ്ങളും ദാനങ്ങളും ആഹാരങ്ങളും ഒരേ വിധമാണെന്ന് കരുതുന്നവർ മൂഢരാണ്. അപ്പൊ ഇവിടെ നാം കഴിക്കുന്ന ഭക്ഷണങ്ങൾ നമ്മുടെ മാനസികാവസ്ഥയെ ബാധിക്കുന്നു. നമ്മുടെ ജാഗ്രതയുടെ നിലവാരവും പെരുമാറ്റവും ഉൾപ്പെടുന്നു. പിന്നെയോ നമ്മുടെ നന്മയുടെ രീതിയിലുള്ള എന്ന് വെച്ചാൽ സാത്വികത, അതിലുള്ള ഭക്ഷണങ്ങൾ ആയുസ് വർദ്ധിപ്പിക്കും, ഒരാളുടെ അസ്തിത്വത്തെ ശുദ്ധീകരിക്കും, ശക്തിയും ആരോഗ്യവും സന്തോഷവും സംതൃപ്തിയും നൽകുകയും ചെയ്യുന്നു. അടുത്ത സെന്റൻസ് കുറച്ച് തെറ്റുണ്ട് കേട്ടോ. എട്ടാമത്തെ സാത്വിക ആഹാരത്തിന്റെ അതാണ് പറയണേ. ആയുസത്വ ബലാരോഗ്യ സുഖപ്രീതി വിവർധന രസ്യ സ്നിഗ്ധ സ്ഥിര ഹൃദയ ആഹാര സാത്വിക പ്രിയ. ദീർഘായുസും നിലനിൽപ്പിനെ തന്നെ ശുദ്ധീകരിക്കുന്നതും ബലം നൽകുന്നതും ആരോഗ്യത്തെയും സന്തുഷ്ടിയെയും സംതൃപ്തിയെയും വളർത്തുന്നതും രസവത്തും പ്രീതികരവും സ്നിഗ്ധവും. സ്നിഗ്ധം എന്ന് പറഞ്ഞാൽ മോഡറേറ്റ് ഫാറ്റ് ആയിട്ടുള്ളത്, കുറച്ച് ഉണ്ടാവും ഫാറ്റൊക്കെ, നെയ്യ് അതൊക്കെ അതിൽ വിടും. ആസ്വാദ്യവുമായ ആഹാരമായിരിക്കും സാത്വിക സ്വഭാവികൾക്ക് ഇഷ്ടം. അതാ ഇവിടെ പറയണത് നന്മയുടെ രീതി എന്ന് പറയണത് സാത്വികത. പാലുൽപ്പന്നങ്ങള്, പഞ്ചസാര, അരി, ഗോതമ്പ്, പഴങ്ങള്, പച്ചക്കറികള്, അത്തരം ഭക്ഷണങ്ങൾ നന്മയുള്ള ആളുകൾക്ക്, സാത്വികരായവർക്ക് പ്രിയപ്പെട്ടതാണ്. ഇനി രാജസാഹാരം പറയണത് 9-ാമത്തെ ശ്ലോകം. കട്വംല ലവണാത്യുഷ്ണ തീഷ്ണ രൂക്ഷ വിദാഹിന ആഹാര രാജസശ്രേഷ്ഠ ദുഃഖശോകാമയപ്രദ. കയ്പ്, പുളിപ്പ്, ഉപ്പുരസം, എല്ലാ മസാലകളും കൂടുതലായിട്ട് ഉപയോഗിക്കണവര്, വരൾച്ച, അങ്ങനെ വറുത്ത സാധനങ്ങള്, അങ്ങനത്തെയൊക്കെ ആഹാര പദാർത്ഥങ്ങളെ രാജസ സ്വഭാവികളാണ് ഇഷ്ടപ്പെടുക. ഇത് ഇങ്ങനെയുള്ള ഭക്ഷണം കഴിക്കുമ്പോ എന്താ ഉണ്ടാവുക? എരിവുള്ളതൊക്കെ കൂടുതൽ കഴിച്ചാൽ നമ്മൾക്ക് കരച്ചിൽ വരും അല്ലേ? പിന്നെ ഒരുപാട് വെള്ളം കുടിക്കണം. അതുപോലെ നമ്മുടെ വയറിലൊക്കെ രോഗങ്ങൾ വരും. അങ്ങനെ രാജസാഹാരം നല്ലതല്ല. പിന്നെ താമസാഹാരത്തിനെ പറ്റി അമിതമായി കയ്പുള്ളതും പുളിച്ചതും ഉപ്പിട്ടതും ചൂടുള്ളതും കടുപ്പമുള്ളതും ഉണങ്ങിയതും എരിഞ്ഞതുമായ ഭക്ഷണങ്ങൾ അത്യാസക്തി രീതിയിലുള്ളവർക്ക് എന്ന് വെച്ചാൽ രാജസ സ്വഭാവികൾക്ക് പ്രിയം. അവ ദുഃഖവും വിലാപവും രോഗവും ഉണ്ടാക്കും. രാജസ രീതിയിലുള്ള ഭക്ഷണങ്ങൾ ആമാശയത്തിലെ കഫം കുറയ്ക്കുന്നതിലൂടെ ദുരിതത്തിന് രോഗങ്ങൾക്ക് കാരണമാവുന്നു. ഇനി തമോ ഗുണം. യാതയാമം ഗതരസം പൂതി പര്യൂഷിതം ജയത ഉച്ഛിഷ്ടമഭിചാമേദ്യം ഭോജനം താമസപ്രിയം. 3 മണിക്കൂറിന് മുമ്പ് പാകം ചെയ്തതും സ്വാദ് നഷ്ടപ്പെട്ടതും ദുർഗന്ധമുള്ളതും ഉച്ഛിഷ്ടവും തൊടാൻ കൊള്ളാത്തതുമായ ഭക്ഷണങ്ങളെയാണ് താമസ സ്വഭാവികൾ ഇഷ്ടപ്പെടുക. ആയുസ്, മനുശുദ്ധി, കായബലം അതൊക്കെ വർദ്ധിപ്പിക്കുക എന്നുള്ളത് ആഹാരത്തിന്റെ ഉദ്ദേശം. ഇപ്പൊ പാലുൽപ്പന്നങ്ങള്, അരി, ശർക്കര, ഗോതമ്പ്, പഴങ്ങള്, പച്ചക്കറികള് ഇതൊക്കെ ദീർഘായുസിനും ആരോഗ്യത്തിനും ഉത്തമമാണ് എന്ന് അറിവുള്ളവർ പറഞ്ഞിട്ടുണ്ട്. സാത്വിക പ്രകൃതിയുള്ളവർ ഇഷ്ടപ്പെടുന്നതും ഇതൊക്കെയാണ്. വേവിച്ച ചോളം, ശർക്കര മുതലായ മറ്റു ചിലതും അത്രയും സ്വാദുള്ളവയല്ലെങ്കിലും പാലോ വേറെ ഏതെങ്കിലും ആഹാരമോ ചേർത്താൽ രുചികരമാക്കാം. അപ്പോൾ അവ സാത്വിക ആഹാരമായി. പ്രകൃത്യാ ശുദ്ധ ആഹാരങ്ങളാണ് അവ.
പിന്നെ മാംസം, മദ്യം തുടങ്ങിയ അസ്പർശ്യങ്ങളായ ഭക്ഷ്യങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തങ്ങളാണ് സാത്വികാഹാരം. സ്നിഗ്ധങ്ങൾ എന്ന 8-ാം ശ്ലോകത്തിൽ പറഞ്ഞിട്ടുള്ള കൊഴുപ്പുള്ള ആഹാരങ്ങൾക്ക് പ്രാണഹിംസ ചെയ്ത് നേടുന്ന മൃഗക്കൊഴുപ്പുമായി ബന്ധമില്ല. ഉത്തമ ആഹാരമായ പാലിൽ നിന്ന് മൃഗക്കൊഴുപ്പ് വേണ്ടത്ര കിട്ടും. നെയ്യ്, പാല്, വെണ്ണ, പാൽക്കട്ടി മുതലായവയിലൂടെ മൃഗക്കൊഴുപ്പ് ലഭ്യമാണെന്നിരിക്കെ നിരപരാധികളായ ജീവികളെ ഹിംസിക്കേണ്ടുന്ന ആവശ്യമില്ല. ക്രൂരത കൊണ്ട് മാത്രമാണ് ഹിംസ തുടരുന്നത്. പാലിലൂടെ കൊഴുപ്പ് നേടുകയത്രേ സംസ്കാര സമ്പന്നർക്ക് അനുയോജ്യമായ മാർഗം. അപ്പൊ രാജസാഹാരങ്ങള് കയ്പ്, ഉപ്പുരസം, എല്ലാ മസാലകളൊക്കെ കൂടുതലിട്ടത്. താമസാഹാരം എന്ന് പറഞ്ഞാൽ വളരെ പഴക്കമുള്ളത്, അല്ലെ, രുചി പോയത്. പിന്നെ ഉച്ചിഷ്ടമൊന്നും കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ചിലവര് എപ്പോഴും ഭർത്താവ് കഴിച്ചതിന്റെ ബാക്കി കൊടുത്തു വെച്ച് കഴിക്കും. അതൊന്നും സ്ത്രീകൾ കഴിക്കേണ്ട ആവശ്യമില്ല എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ. ഭഗവാന്റെ ഉച്ചിഷ്ടം മാത്രം കഴിച്ചാൽ മതി. പ്രേമവും ഭക്തിയുമാണ് ഭഗവാന് സ്വീകാര്യമായത്. ഒരു സവിശേഷ രീതിയിൽ തയ്യാറാക്കേണ്ടതാണ് പ്രസാദം എന്ന് പറയപ്പെടുന്നു. ഇപ്പൊ എന്താ പറയാ, ഈ തമോ ഗുണത്തിൽ പെട്ടതാണ് ഉള്ളി വർഗങ്ങളൊക്കെ, നമുക്കറിയാം അല്ലെ, അതൊക്കെ ഉപേക്ഷിക്കണം. ഇനി യജ്ഞത്തിനെ കുറിച്ചിട്ടാണ് പറയണത്. സാത്വിക യജ്ഞം, അതാണ് 11-ാമത്തെ ശ്ലോകം. പരമപുരുഷനായ ഭഗവാൻ അർപ്പിക്കുന്ന നമ്മുടെ ഈ ഒരു 10-ാമത്തെ ശ്ലോകം ഒന്നുകൂടി വിശദമാക്കി എത്തിക്കൂടെ? 10 ശ്ലോകം എടുത്താൽ മതി എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. 10 വരെ എടുത്താൽ മതി അല്ലേ? അതെ, അത് ഒന്നും കൂടി വിശദമായി പറഞ്ഞിട്ട്. അപ്പൊ 3 ദിവസം പോകട്ടെ പ്രഭു? എന്തോ ചാപ്റ്റർ 3 ദിവസം പോവോ? അപ്പൊ ഇല്ല മാതാജി, പിന്നെ ഒരു ചാപ്റ്ററിലെ ബാക്കിയുള്ളൂ. 24 അല്ലേ ഉള്ളു ശ്ലോകം ഇതില്? 28 ശ്ലോകം ഉണ്ട്. പക്ഷെ അതൊക്കെ ഇങ്ങനെ 3 ടൈപ്പില് ഇങ്ങനെ വരണതാന്നേ. സുഖാണ്. ആഹാരത്തില് 3 ടൈപ്പ്, യജ്ഞത്തില് 3 ടൈപ്പ് അല്ലേ? അതൊക്കെ ചെറിയ ചെറിയ ഇതുള്ളൂ മാതാജി. അതെ. അപ്പൊ 10 നിർത്താന്ന് അല്ലേ? തിങ്കളാഴ്ച എടുക്കാം മാതാജി. 10 വരെ മതി. നാളെ 10 ആൾക്കാർക്ക് വായിച്ചു കൊണ്ടുവരാനും അടുത്ത 10 നോക്കാനൊക്കെ പറ്റും. ആഹാരം ഇവിടെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് കേട്ടോ സ്ലൈഡില്. പരമപുരുഷനായ ഭഗവാൻ അർപ്പിക്കുന്നതിന്റെ അവശിഷ്ടങ്ങളാണ് ഏറ്റവും നല്ല ഭക്ഷണം, പ്രസാദം. അതിനാൽ ഭക്ഷണം പരിശുദ്ധമാക്കാനും എല്ലാവർക്കും കഴിക്കാവുന്നതും രുചികരവുമാക്കാനും പരമപുരുഷന് ഭക്ഷണം സമർപ്പിക്കണം. അതൊക്കെ നമുക്ക് അറിയണതാ. ആഹാര ശുദ്ധൗ സത്വശുദ്ധി, സത്വശുദ്ധൗ ധ്രുവാസ്മൃതി. ഇതറിയില്ല. ധ്രുവാസ്മൃതി എന്ന് പറഞ്ഞാൽ എന്താ? സ്മൃതേർ ലാഭേ സർവഗ്രന്ഥിനാം വിപ്രമോക്ഷ. യജ്ഞം അനുഷ്ഠിക്കുന്നതിലൂടെ ഒരാളുടെ ഭക്ഷണ സാധനങ്ങൾ പവിത്രമാവും. പവിത്രമായ ആഹാര സാധനങ്ങൾ കഴിക്കുന്നതിലൂടെ ഒരാളുടെ അസ്തിത്വം ശുദ്ധീകരിക്കപ്പെടും. അസ്തിത്വത്തിന്റെ ശുദ്ധീകരണത്തിലൂടെ ഓർമ്മയിലെ സൂക്ഷ്മകോശങ്ങൾ വിശുദ്ധീകരിക്കപ്പെടും. ഓർമ്മ വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ ഒരാൾക്ക് മോക്ഷത്തിന്റെ പാതയെക്കുറിച്ച് ചിന്തിക്കാം. ഇവയെല്ലാം കൂടി ചേർന്ന് കൃഷ്ണാവബോധത്തിലേക്ക് നയിക്കും. ഇത് ഇന്നത്തെ സമൂഹത്തിന്റെ മഹത്തായ ആവശ്യമാണ്. അതാണ് ഈ വരികളുടെ അർത്ഥം. ആഹാരശുദ്ധവും, ഇത് എവിടുന്ന് എടുത്തതാ? ആഹാരശുദ്ധൗ സത്വശുദ്ധി, സത്വശുദ്ധൗ ധ്രുവാസ്മൃതി, സ്മൃതേർ ലാഭേ സർവഗ്രന്ഥിനാം വിപ്രമോക്ഷ. അത് ഭഗവത്ഗീത ഭാവാർത്ഥം 3:11 പറഞ്ഞിട്ടുണ്ടെന്ന് പറയണേ. പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടുണ്ട്. ദേവാൻ ഭാവയാതെ അതിനകത്തുണ്ട്. അതെ അതെ
പറഞ്ഞിട്ടുണ്ട്. ആഹാരശുദ്ധവും സത്വശുദ്ധിയും. യജ്ഞാനുഷ്ഠാനം കൊണ്ട് ഭക്ഷ്യവസ്തുക്കൾ ശുദ്ധീകരിക്കപ്പെടുന്നു. ആ ശുദ്ധീകൃത ആഹാരങ്ങൾ ഭക്ഷിക്കുന്നവരുടെ ജീവിതവും പവിത്രമാകുന്നു. ജീവിതശുദ്ധി സ്മരണമണ്ഡലത്തിലുള്ള സൂക്ഷ്മകോശങ്ങളെ ശുദ്ധീകരിക്കുന്നു. സ്മരണശുദ്ധി വന്നാൽ മുക്തിമാർഗ ചിന്ത ആരംഭിക്കുന്നു. ഇതെല്ലാം ഒത്തിണങ്ങി വന്നാൽ കൃഷ്ണാവബോധത്തിലേക്ക് വഴിയൊരുങ്ങുന്നു. അതെ, പരസ്പരം ഭാവയന്ത എന്നുള്ളത് പറയുമ്പോഴാണ് അത് പറഞ്ഞേക്കണേ. നമ്മള് ദേവന്മാരെ പ്രീതിപ്പെടുത്തുക. അപ്പൊ ദേവന്മാര് നമുക്കുള്ള എല്ലാ അനുഗ്രഹങ്ങളും തരും. മഴ, വെള്ളം, വെളിച്ചം, അങ്ങനത്തെ എല്ലാം നമുക്ക് ദേവന്മാര് തരും. അങ്ങനെ പരസ്പരം ഭാവയന്ത, അതാണ് അവിടെ ആ ശ്ലോകം ഉദ്ദേശിക്കണേ. അപ്പൊ തങ്ങളെ ഈ ലോകത്ത് നമ്മളെ നിലനിർത്തുന്നത് ദേവന്മാരാണ് അല്ലെ. അവർക്ക് കൃതജ്ഞതയോടെ നമ്മൾ യജ്ഞം ചെയ്യണം അല്ലെ. അപ്പൊ അവരുടെ അനുഗ്രഹത്താലാ നമ്മുടെ ഉദരപൂരണം നടക്കുള്ളൂ. ഈ ആഹാരം അല്ലെ, ചെടികളിലൊക്കെ ഫലങ്ങള്, നെല്ല്, ഗോതമ്പ് അങ്ങനെയൊക്കെ ഉണ്ടായാലേ നമുക്ക് ആഹാരം കിട്ടുള്ളൂ. അതാണ് പരസ്പരം ഭാവയന്തയിലാണ് ഇത് പറഞ്ഞിരിക്കണേ. ഈ ശ്ലോകം മാതാജി ഛന്ദോഗ്യോപനിഷത്തിലുള്ള ആണ് അല്ലെ. 7:26 കണ്ടില്ല. 7:26 പറയണ്ട അത് എങ്ങനെയാ പറയുന്നത്? നോക്കാം, നാളെ നോക്കാം. മനസ്സിന്റെ ഘടന നിർണ്ണയിക്കുന്നത് അവൻ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ തരമാണ്. ഒരു മനുഷ്യന്റെ മനസ്സിന്റെ ഘടന നിർണ്ണയിക്കുന്നത് അവൻ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ തരമാണ്. ഒരു മനുഷ്യന്റെ വിശ്വാസം അവന്റെ മാനസിക ഘടനയുമായി യോജിക്കുന്നു. ഒരു മനുഷ്യന്റെ ഭക്ഷണക്രമം ശുദ്ധമാണെങ്കിൽ അവന്റെ മനസ്സും തീർച്ചയായും ശുദ്ധമായിരിക്കും. ആഹാരശുദ്ധിയിൽ നിന്നാണ് മനസ്സിന്റെ ശുദ്ധി ഉണ്ടാകുന്നത്. ഛന്ദോഗ്യോപനിഷത്ത്. ഇതിൽ ഇനി ചർച്ച ചെയ്യാനുള്ളതൊന്നും കൂടെ ചർച്ച ചെയ്യണോ? കേട്ടില്ല മാതാജി. ഇവിടുത്തെ ശാസ്ത്രത്തിൽ പരാമർശിക്കാത്ത നിയമങ്ങൾ വിശ്വസ്തയോടെ പിന്തുടരുന്നവരുടെ ഉദാഹരണങ്ങൾ പറയൂ. ക്ലാസ് റൂം ചർച്ച 10 മിനിറ്റ്. ശാസ്ത്രത്തിൽ പരാമർശിക്കാത്ത നിയമങ്ങൾ വിശ്വസ്തയോടെ പിന്തുടരുന്നവരുടെ ഉദാഹരണങ്ങൾ അതൊക്കെയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് അല്ലെ. തമോ ഗുണത്തിലുള്ള അല്ലെ. അതെ, അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോഴും ശാസ്ത്രത്തിൽ പരാമർശിക്കാത്ത നിയമങ്ങൾ പക്ഷെ വിശ്വസ്തയോട് പിന്തുടരുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഉയർച്ച ഉണ്ടാവും. അപ്പൊ അത് ഉയർച്ച ഉണ്ടാവുന്നത് യഥാർത്ഥ ഒരു പരമ്പരയുള്ള ഒരു ഗുരുവിനെ കിട്ടുമ്പോൾ മാത്രമാണ്. ഹരേ കൃഷ്ണ മാതാജി. നമ്മളെ ഈ പ്രഭുപാദരുടെ മിഷനിൽ വന്നതിന് ശേഷമല്ലേ ഇതിനെയൊക്കെ കുറിച്ച് ഒരു അറിവ് നമുക്ക് കിട്ടുന്നത്. അതെ. അപ്പൊ അതിനു മുമ്പൊക്കെ നമ്മളെന്ന് പറയുമ്പം നമ്മളെ അച്ഛനും അമ്മയൊക്കെ എന്തൊക്കെ കാണിച്ചിട്ടുണ്ടോ, എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതിനെ ഫോളോ ചെയ്തിട്ടല്ലേ നമ്മളും വളർന്നോണ്ടിരുന്നേ, ചെയ്തോണ്ടിരുന്നേ. അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ആ വിശ്വാസത്തിന്റെ പുറത്ത് നമുക്കും അത് പറഞ്ഞു തരുമായിരുന്നു, നമ്മളും അങ്ങനെ ചെയ്യുമായിരുന്നു. പക്ഷെ പിന്നെ നമ്മൾ വന്നിട്ട് ഈ പ്രഭുപാദരുടെ മിഷനിൽ വന്നതിന് ശേഷമാണ് നമ്മൾ ഭഗവാനാണ് സുപ്പീരിയർ എന്ന് മനസ്സിലാക്കുകയും പിന്നെ കലിയുഗത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത് നാമസങ്കീർത്തനമാണെന്ന് മനസ്സിലാക്കുകയൊക്കെ ചെയ്തതും മറ്റ് ദേവന്മാരെ കുറിച്ചില്ല. അതുവരെ നമ്മൾ എല്ലാ ദേവന്മാരും ഒന്നാണെന്നുള്ള ആ ഒരു ബോധത്തിലാണ് നമ്മൾ അങ്ങനെ പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നത്. അതായത് മറ്റ് ദേവ ആരാധനകളെല്ലാം ആരെ പ്രാർത്ഥിച്ചാലും ആരാധിച്ചാലും എല്ലാം ഒന്ന് തന്നല്ലോ എന്നുള്ള കൺസെപ്റ്റാണ് അന്നത്തെ ആ ഒരു ഇതുണ്ടായിരുന്നത്. പിന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് ഭഗവാനെയാണ് നമ്മൾ ശരിക്കും ആരാധിക്കേണ്ടത്, എങ്ങനെയാണ് ആരാധിക്കേണ്ടത് എന്നൊക്കെ പഠിച്ചത് ഇസ്കോണിൽ വന്നതിന് ശേഷമാണ്. അപ്പൊ അന്നത്തെ വിശ്വാസം വെച്ചിട്ട് ഇന്നും നമ്മൾ ആൾക്കാരുടെ അടുത്ത് പോയി പ്രീച്ച് ചെയ്യുമ്പോൾ
അവരുടെ അച്ഛൻ അമ്മയും പഠിപ്പിച്ചു കൊടുത്തതിനെ ഇങ്ങനെ അവര് മനസ്സിലാക്കാൻ ശ്രമിക്കത്തില്ല. അവര് പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ മാത്രം ഫോളോ ചെയ്ത് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് മാതാജി. നമ്മളിപ്പോ പറഞ്ഞാലും അവര് അതിനൊന്നും കേൾക്കാൻ നിൽക്കത്തില്ല. ചിലര് വരും, ചിലര് വരത്തില്ല. ഈ വ്രതങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ വ്രതങ്ങളൊന്നും ഈ വേദങ്ങളിലോ അങ്ങനെ പറഞ്ഞിട്ടുള്ളതല്ല. പുരാണങ്ങളിൽ കഥകളല്ലേ, ആൾക്കാർക്ക് കഥകൾ കേൾക്കാൻ ഇഷ്ടമായത് കൊണ്ട് പുരാണങ്ങളിലാണ് ഈ വ്രതത്തിന് പിറകിലൊക്കെ. പക്ഷെ ഓരോ ആഗ്രഹം ഉണ്ടാവും എപ്പോഴും. നമ്മൾ ഓരോ വ്രതം എടുക്കണത് അല്ലെ, ഓരോ ആഗ്രഹം. ഒന്നുമില്ലെങ്കിലും വൈകുണ്ഠം കിട്ടണം എന്നെങ്കിലും പറഞ്ഞിട്ട് നമ്മൾ വ്രതം എടുക്കുക അല്ലെ. അപ്പൊ അതൊക്കെയും ശരിക്കും പറഞ്ഞ രജോ ഗുണം തന്നെയാണ്. വ്രതം എന്നൊക്കെ, ഉപവാസം, അതൊക്കെ. മാതാജി നമ്മുടെ ഇതിലുണ്ടല്ലോ വ്രതം. ഇപ്പം നാളെ പ്രഭുപാദരുടെ ഡിസപ്പിയറൻസ് ഡേ, അപ്പൊ ഉച്ചവരെ ഫാസ്റ്റിംഗ് ആണ്. അതെ. അതേപോലെ നമ്മുടെ ഇതിലുണ്ട്. പക്ഷെ എന്തിനെടുക്കണം, എങ്ങനെ എടുക്കണം എന്നുള്ളത് ഉള്ളതാണ് കാര്യം. അങ്ങനെ വ്രതം എടുക്കുമ്പോ നമ്മള് ആ ഒരു ആൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു ദൈവത്തിന് വേണ്ടിയിട്ട് നമ്മള് ആ സമയം ഉപയോഗിക്കണം. അല്ലാതെ ഞാൻ വ്രതത്തിലാന്ന് വെറുതെ പറഞ്ഞിട്ട് പിന്നെ ഭൗതികതയിൽ ഇങ്ങനെ വ്യവഹരിച്ചിട്ട് കാര്യമില്ല. പ്രസാദമായിട്ട് അതൊക്കെ തന്നെ നമ്മുടെ ആത്മീയ ആചാര്യൻ നമുക്ക് പറഞ്ഞു തന്നത്. സാത്വികാഹാരത്തിന്റെ പ്രസക്തി, അതായത് ഭഗവാന് നിവേദിച്ച് പ്രസാദമായിട്ട് മാത്രം ആഹാരം കഴിക്കുക എന്നൊക്കെ. നമ്മുടെ ABCD ഫോർമുല അതൊക്കെ ഇതിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ശ്രദ്ധ 3 വിഭാഗം ഉണ്ടെന്ന് നമ്മൾ കണ്ടു. അതില് സാത്വിക ശ്രദ്ധയിലൂടെ നമുക്ക് ഭഗവാനിലേക്ക് ചേരാം എന്ന് ഭഗവാൻ പറഞ്ഞു വെക്കുകയാണ്. നമുക്ക് ഉയരാനുള്ളത് വഴികൾ കാണിച്ചു തരാണ്. അങ്ങനെ ഇനി യജ്ഞത്തിലും ദാനത്തിലും തപസ്സിലും ഒക്കെ ഈ അധ്യായം പൊതുവെ ഒരു ഇത്തിരി എളുപ്പമുള്ളതാ അല്ലെ. 3 വിഭാഗങ്ങൾ പറയണതല്ലേ ഉള്ളൂ. നല്ല അധ്യായമാണ്. ഈസി അല്ലേ. 18 അത്ര കുഴപ്പമുള്ളതല്ല അല്ലേ. 18 പിന്നെ ഏറ്റവും അവസാനത്തെ അധ്യായം അത്. എന്നാലും മനസ്സിലാക്കാൻ വിഷമമില്ലല്ലോ. മനസ്സിലാക്കാൻ ഒരു ഭാഗം കുറെ ഈ കേട്ടത് കൊണ്ടും പിന്നെ കൂടുതൽ ശ്ലോകങ്ങൾ ഭഗവാൻ പറയുന്നത് പ്രധാനപ്പെട്ട ശ്ലോകങ്ങളുള്ളത് കൊണ്ട് ആചാര്യന്മാരൊക്കെ എപ്പോഴും ആ ശ്ലോകങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. സർവധർമ്മങ്ങൾ പരിത്യജ്യ. ഏറ്റവും ടഫ് 13, പിന്നെ കുറച്ച് ടഫ് 15 അല്ലേ. രണ്ടൊക്കെ അധ്യായം 2 വലിയ കുഴപ്പമില്ല, നല്ലതാ അല്ലേ. 2 നല്ലതാ. ഇനി എന്തെങ്കിലും ഉണ്ടോ ഡിസ്കസ് ചെയ്യാൻ? ഹരേ കൃഷ്ണജി. പറയൂ. പിന്നെ ഒരു വിശ്വാസത്തിനെ കുറിച്ചിട്ട്, ഈ കലിയുഗത്തില് ആളുകള് പിന്നെ അവരുടെ വിശ്വാസം മാറ്റാൻ, മീൻസ് അവർ ഇതുവരെയും ധരിച്ചു വെച്ചിരുന്ന അതിൽ നിന്ന് ഉയർന്നതായിട്ട് എന്തെങ്കിലും സ്വീകരിക്കാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് മാറ്റാൻ മിക്കവരും തയ്യാറാകില്ല. അങ്ങനെ ഒരു സ്വഭാവം ഇതിലില്ലേ അല്ലെ മാതാജി? വളരെ ബുദ്ധിമുട്ടാണ് ആക്ച്വലി. അത് അവര് എന്താണ് ഇതുവരെ മനസ്സിലാക്കിയത്, അത് അതിൽ മുറുക്കി നിൽക്കും. മീൻസ് മാറ്റുകയില്ല അത്.
അതായത് സത്വഗുണത്തിലുള്ള എന്തെങ്കിലും പറഞ്ഞാൽ അതനുസരിക്കാനേ ഇപ്പോഴത്തെ യൂത്തിന് തയ്യാറില്ല. നേരെ മറിച്ച് ദോഷമുള്ള കാര്യങ്ങൾ അവർ എളുപ്പത്തില് അല്ലേ എളുപ്പത്തില് സ്വീകരിക്കും ഇപ്പോഴത്തെ യുവാക്കള് അല്ലേ. മുതിർന്നവര് പറയണതും അനുസരിക്കില്ല, അവരുടേതായ ഓരോ സിദ്ധാന്തങ്ങള് പറഞ്ഞ്. പിന്നെ ഒന്ന് അന്ധവിശ്വാസം. അന്ധവിശ്വാസം പിന്നെ നമ്മളുടെ ശാസ്ത്രങ്ങൾ പറഞ്ഞതെല്ലാം അന്ധവിശ്വാസമാണ് ധരിച്ചിരിക്കുന്ന ഒരു പുതിയ തലമുറ ആക്ച്വലി. അതേസമയം ആധുനിക ശാസ്ത്രം അന്ധമായിട്ട് പലതും വിശ്വസിക്കുന്നുണ്ടെന്നുള്ളത് അവർ കാണുന്നുമില്ല. കാരണം അവരുടേതൊക്കെ ആ വിശ്വാസം അവര് പിന്നെ പൂർണ്ണമായിട്ട് ശാസ്ത്രമായിട്ട് തെളിയിക്കപ്പെട്ടതല്ലാതെ തന്നെ അവർ പലതും വിശ്വസിക്കുന്നുണ്ടല്ലോ. അതിലൊന്നും വിശ്വസിക്കാതെ നമ്മളുടെ പുരാണങ്ങളിൽ പറഞ്ഞ നമ്മളുടെ ശാസ്ത്രങ്ങൾ പറഞ്ഞ വൈദിക സംസ്കാര പ്രകാരമുള്ള എല്ലാം അന്ധമായെന്ന് വിശ്വസിക്കുന്ന ഒരു പ്രവണത വളരെ ശക്തമായിട്ടുണ്ട്. ഈ അധ്യായത്തിന്റെ അവസാനത്തോടെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. 16ഉം 17ഉം അധ്യായങ്ങൾ തമ്മിലുള്ള ബന്ധം വിശദീകരിക്കുക. പറയാൻ പറ്റുമോ? പതിനാറില് ദൈവികത വളർത്തണം എന്നുള്ളതല്ലേ ആശയം. 17ലും 3 ടൈപ്പ് പറഞ്ഞിട്ട് സാത്വികതയുടെ ഇത് പറയല്ലേ, അതിലേക്ക് വരണം. 3 കാറ്റഗറിയിലത്തെ വിശദീകരിച്ചു അല്ലെ. ആഹാരം, യജ്ഞം, ദാനം, തപസ്, ശ്രദ്ധ, ഇതൊക്കെ 3 രീതിയിൽ പറഞ്ഞു തരണു. പിന്നെ 17ആം അധ്യായത്തിന്റെ ഒരു അവലോകനം അവതരിപ്പിക്കലുണ്ട്. ഭഗവത്ഗീത അധ്യായം 18 വാക്യങ്ങൾ 1 മുതൽ 54 ഒരു അവലോകനം അവതരിപ്പിക്കും. പ്രബോധന അപേക്ഷ എന്താ? ഭഗവത്ഗീത 17ആം അധ്യായം 1-3 വാക്യങ്ങളിൽ വിവരിച്ചിരിക്കുന്ന രീതികളിലെ വിശ്വാസത്തെക്കുറിച്ചുള്ള കൃഷ്ണന്റെ വിശകലനത്തെ പരാമർശിച്ച് വിവിധ മതപരമായ ആചാരങ്ങളുടെ ഗുണം ചർച്ച ചെയ്യുക. അത് നമ്മൾ ഇന്ന് കുറച്ച് ചർച്ച ചെയ്തു അല്ലേ. ഇനി ദാനമൊക്കെ വരാൻ പോണേ ഉള്ളൂ. ദാനത്തെ കുറിച്ച് ഇന്നലെ എനിക്ക് ഈ സ്ലൈഡ് കിട്ടിയില്ല. ഇത് ടെമ്പിളിന്റെ സ്ലൈഡ് ഇന്നലെ എടുക്കാൻ കിട്ടിയില്ല. അത് കാരണം നമ്മളുടെ സ്ലൈഡ് കൊണ്ടുവന്നേ ഞാൻ ഇന്നലെ 16ന്റെ സ്ലൈഡ്. ഡ്രൈവില് ചില സമയം നോക്കുമ്പോ ഡ്രൈവില് കാണണില്ല ഈ സ്ലൈഡ്, എന്താ അറിയില്ല. ഇന്നിപ്പോ 17ന്റെ ശരിക്കുള്ള സ്ലൈഡ് കിട്ടി. തീരാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ഇനി നമുക്ക് ഒരു ചാപ്റ്ററും കൂടെ ഉള്ളൂ മാതാജി. അത്രയല്ലേ ഉള്ളൂ? അതെ. വേഗം സർട്ടിഫിക്കറ്റ് കിട്ടണ്ടേ? വേഗം പഠിച്ചു കഴിഞ്ഞാലല്ലേ. വർക്ക് കിടക്കണം, നോട്ട് എഴുതണം, അസൈൻമെന്റ് വെക്കണം, പഠിക്കണം, ശ്ലോക പഠിക്കണം. ആകെ ഒരു ചാപ്റ്ററിന്റെ ഡിസ്കഷനേ ആയിട്ടുള്ളൂ നമ്മള്. അതെ മാതാജി, ഇനി ബാക്കിയെല്ലാം കിടപ്പുണ്ട്. ഇനി ക്വസ്റ്റ്യനൊക്കെ വായിക്കുമ്പോ അതിലൊക്കെ എന്തൊക്കെ പ്രോബ്ലം ഉണ്ടെന്ന് അറിഞ്ഞൂടാ. അതിന് എല്ലാവരും, ഞങ്ങളൊക്കെ ഭക്തിശാസ്ത്രി പഠിക്കുമ്പോ എങ്ങനെയാ അറിയോ, ഡിസ്കഷൻ ക്ലാസ്സിലേക്ക് സ്റ്റഡി ഗ്രൂപ്പിലേക്ക് ചെല്ലണതിന് മുമ്പ് ഞങ്ങള് ക്വസ്റ്റിന്റെ ആൻസർ ഒക്കെ ഞങ്ങള് സ്വയമേവ ഒന്ന് നോട്ട് ചെയ്ത് വെക്കും. പിന്നെ അവിടെ ചെന്നിട്ട് ഇത് കറക്റ്റ് ആണോ നോക്കല് മാത്രം.
ആ അങ്ങനെ ചെയ്യും. അപ്പൊ കുറച്ച് സമയം മതി. കഴിഞ്ഞ മാതാജി ലീവ് ചെയ്തോട്ടെ. ആ വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യോ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ വൃന്ദ കി ജയ്. ശ്രീല പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.